Good morning, dear students. Good morning. Okay, നമ്മൾ ഇംഗ്ലീഷിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? ചാപ്റ്റർ എ ഡയറി എൻട്രി അല്ലേ? ചാപ്റ്റർ 8 എ ഡയറി എൻട്രി. അതിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്? നമ്മുടെ ഒരു കുട്ടിയുടെ അല്ലേ, ബെല്ല എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു ദിവസത്തെ ഒരു ഡയറിയിലെ ആ കുട്ടിയുടെ പേഴ്സണൽ ഡയറിയിലെ ഒരു ദിവസത്തെ ഒരു പേജ് നമ്മൾ വായിച്ചു അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഒരു പേഴ്സണൽ ഡയറി നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ കുറച്ച് പോയിന്റ്സും പഠിച്ചായിരുന്നു. നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ എക്സസൈസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ചെയ്തു അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എ പേഴ്സണൽ ഡയറി ഈസ് മെന്റ് ടു ബി. എന്തിനാണ് നമ്മൾ പേഴ്സണൽ ഡയറി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ വൺ സീക്രട്ട് ബെസ്റ്റ് ഫ്രണ്ട്. ഓപ്ഷൻ ബി എ മാഗസിൻ ഫോർ അതേഴ്സ് ടു റീഡ് ആൻഡ് ലവ് അബൌട്ട് എ പീസ് ഓഫ് ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ എ വൺ സീക്രട്ട് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഒരാളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അയാളുടെ പേഴ്സണൽ ഡയറി എന്ന് പറയുന്നത്. രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന അയാളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അയാളുടെ പേഴ്സണൽ ഡയറി എന്ന് പറയുന്നത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യു മസ്റ്റ് നോട്ട് റൈറ്റ് ഫാൾസ് തിങ്സ് ഇൻ യുവർ പേഴ്സണൽ ഡയറി ബിക്കോസ് അല്ലേ, നമ്മൾ നമ്മുടെ ഡയറിയിൽ ഫാൾസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതാൻ പാടില്ല. കാരണം എന്തായിരുന്നു? ഓപ്ഷൻ എ other people might read your diary. Option B you should be honest with yourself. Option C it makes the diary less creative. ഇപ്പോ എന്താണ് നമ്മൾ ബാക്കിയുള്ളവര് നമ്മുടെ ഡയറി വായിക്കുന്നത് കൊണ്ടാണോ നമ്മൾ അതിൽ ഫാൾസ് തിങ്സ് ഒന്നും എഴുതരുതെന്ന് പറയുന്നത്? അതോ എന്താണ് നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധത കാണിക്കണം? അതോ ഓപ്ഷൻ സി എന്താണ് നമ്മൾ അങ്ങനെ ഫാൾസ് തിങ്സ് എഴുതി വെക്കുവാണെങ്കിൽ ആ ഡയറി ലെസ് ക്രിയേറ്റീവ് ആയിട്ട് മാറും. ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി യു ഷുഡ് ബി ഹോണസ്റ്റ് വിത്ത് യുവർസെൽഫ് ഇല്ലേ? നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധത ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് ന്യൂ വേർഡ്സ് സ്റ്റഡി ചെയ്തായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഡയറിസ്റ്റ്. എന്തായിരുന്നു ഡയറിസ്റ്റിന്റെ മീനിങ്? എന്തായിരുന്നു പറഞ്ഞു തന്നെ ടീച്ചറിന്? എന്തായിരുന്നു? ദ പേഴ്സൺ ഹു മെയിൻറ്റെയിൻസ് എ ഡയറി ഇല്ലേ? ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഡയറിസ്റ്റ് എന്ന് വിളിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ച ന്യൂ വേർഡ് എന്റർപ്രണേഴ്സ്. എന്താ അതിന്റെ മീനിങ് പറഞ്ഞു തന്നെ? ബിസിനസ് മാൻ. അടുത്ത് നമ്മൾ പഠിച്ച ന്യൂ വേർഡ് ആണ് കോൺഫിഡന്റ് ഇല്ലേ? കോൺഫിഡന്റ് മീനിങ് എന്താ? എ പേഴ്സൺ ഇൻ ഹൂം വൺ കോൺഫിഡൻസ് ഇല്ലേ? ഒരാള് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കോൺഫിഡന്റ് എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വസ്തൻ നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ന്യൂ വേർഡ് ആണ് ജഡ്ജ്മെന്റ്. എന്തായിരുന്നു ജഡ്ജ്മെന്റ് മീനിങ്? മേക്കിംഗ് വ്യൂസ് ഓർ ഒപ്പീനിയൻസ് about a person or a thing without fully knowing about them ഇല്ലേ? നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ എന്താണ് പൂർണ്ണമായിട്ട് നമ്മൾ അറിയാതെ അവരെ എന്ത് ചെയ്യുന്നു, അവരെ കുറിച്ച് പല വീക്ഷണങ്ങളും ഉണ്ടാക്കുന്നു. ഇതിനെയാണ് നമ്മൾ ജഡ്ജ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ന്യൂ വേർഡ്സ് ഇതിൽ സ്റ്റഡി ചെയ്തു. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ചെയ്തു. ബാക്കി നമുക്ക് നോക്കാനുള്ളത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിത്ത് റെഫറൻസ് ടു ദ ടെക്സ്റ്റ്. നമ്മൾ ടെക്സ്റ്റ് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ആൻസർ നമ്മൾ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ എബോവ് ഡയറി എൻട്രി ഹു ഈസ് മോന ആൻഡ് ബെല്ല. അപ്പൊ നമ്മൾ ഈ ഡയറി വായിച്ച സമയത്ത് നമ്മൾ ബെല്ല മോന എന്ന രണ്ട് പേരുകൾ പരിചയപ്പെട്ടായിരുന്നു അല്ലേ? ആരൊക്കെയാണ് ആ ബെല്ലയും മോനയും? ആരാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരായിരുന്നു? മോന ഈസ് ദ ഡയറി ആൻഡ് ബെല്ല ഈസ് ദ ഡയറിസ്റ്റ് ഇല്ലേ? ഇവിടെ ബെല്ല എന്ന് പറയുന്ന കുട്ടിയാണ് ഇവിടെ ഡയറി എഴുതിയത്. അവരെന്താണ്? അപ്പൊ അത് ബെല്ല എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇവിടുത്തെ ഡയറിസ്റ്റ് ആണ് ഇല്ലേ? ഡയറി എഴുതുന്ന ആള്, ആ വ്യക്തി. അപ്പൊ ഡയറിക്ക് ആ കുട്ടി കൊടുത്ത പേരാണ് മോന എന്ന് പറയുന്നത്. അപ്പൊ മോന എന്ന് പറയുന്നത് ഡയറിയും ബെല്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ആരാണ്? ഡയറിസ്റ്റുമാണ്. അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? മോന ഈസ് ദ ഡയറി ആൻഡ് ബെല്ല ഈസ് ദ ഡയറിസ്റ്റ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ പേഴ്സണൽ ഡയറി? ഒരു പേഴ്സണൽ ഡയറിയുടെ മെയിൻ പർപ്പസ് എന്താണ്? എന്തായിരിക്കും? നമ്മൾ പഠിച്ചതാ. എന്തായിരുന്നു? ദ മെയിൻ പർപ്പസ് ഓഫ് എ പേഴ്സണൽ ഡയറി ഈസ് ടു റൈറ്റ് ആൻഡ് റെക്കോർഡ് ഇവന്റ്സ് ആൻഡ് ഹാപ്പനിങ് ഓഫ് വിച്ച് ദ ഡയറിസ്റ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഒരു ഡയറിസ്റ്റിന്റെ ആ ഡയറി എഴുതുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ആ ഒരു ദിവസം നടക്കുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്ത് വെക്കുന്നു? റെക്കോർഡ് ചെയ്യുകയും എഴുതി സൂക്ഷിക്കുന്നു. അന്ന് നടക്കുന്ന സംഭവങ്ങൾ, ഇവന്റ്സ് ആയാലും ഹാപ്പനിങ്സ് ആയാലും ആ ഡയറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം
എഴുതി സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ ആർട്ടിക്കിൾ അബൌട്ട് സംബഡി എൽസ് ബട്ട് ദ എക്സ്പീരിയൻസ് ഓഫ് ദ സെൽഫ്. അപ്പൊ എന്താണ് അത് മറ്റാരെങ്കിലും കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ആയിരിക്കത്തില്ല, ആ വ്യക്തിയുടെ സ്വന്തം കാര്യങ്ങൾ തന്നെ ആയിരിക്കും അതിൽ അദ്ദേഹം എഴുതി സൂക്ഷിക്കുന്നത്. നമ്മൾ പേഴ്സണൽ ഡയറി സൂക്ഷിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, എന്തായാലും പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായാൽ അത് പിന്നെന്താണ് നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ എഴുതി സൂക്ഷിക്കുകയാണ് നമ്മുടെ പേഴ്സണൽ ഡയറിയിൽ. നമുക്ക് ആൻസർ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ പേഴ്സണൽ ഡയറി? ഒരു പേഴ്സണൽ ഡയറിയുടെ മെയിൻ പർപ്പസ് എന്താണ്? എന്താ? ദ മെയിൻ പർപ്പസ് ഓഫ് എ പേഴ്സണൽ ഡയറി ഈസ് ടു റൈറ്റ് ആൻഡ് റെക്കോർഡ് ഈവൻറ്റ്സ് ആൻഡ് ഹാപ്പനിങ് ഓഫ് വിച്ച് ദ ഡയറിസ്റ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, it is not an article about somebody else but the experiences of the self. മറ്റാരെയും കുറിച്ചുള്ള ആർട്ടിക്കിൾ അല്ല, അത് നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡയറിയിൽ എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് എനി 3 things that one must follow while writing a personal diary. ഇപ്പൊ നമ്മൾ പഠിച്ചു പേഴ്സണൽ ഡയറി എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചു. അതിൽ ഏതെങ്കിലും 3 പോയിന്റ്സ് നമ്മളിവിടെ എഴുതിയാൽ മതി. റൈറ്റ് എനി 3 things എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരാൾ ഡയറി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ നമ്മൾ ഹൗ ടു മെയിൻറ്റെയിൻ എ ഡയറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് പഠിച്ചാൽ മതി. അതിൽ ഏതെങ്കിലും 3 പോയിന്റ് നമ്മളിവിടെ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. നോക്കിക്കേ, the 3 things that one must follow while writing a personal diary are, അല്ലേ, ഒരു പേഴ്സണൽ ഡയറി എഴുതുമ്പോൾ ഒരു വ്യക്തി ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഫസ്റ്റ്, ടു ഗീവ് എ ഡയറി എ സ്പെഷ്യൽ നെയിം. നമ്മൾ എന്ത് ചെയ്യണം? ആ ഡയറിക്ക് ആ ഡയറിയെ നമ്മുടെ ഫ്രണ്ടായിട്ട് കണ്ടിട്ട് നമ്മൾ അതിനൊരു പേര് കൊടുക്കണം ആദ്യം, അല്ലേ? എന്താ, ഇപ്പൊ ഈ കുട്ടി ബെല്ല എന്ന് പറഞ്ഞ കുട്ടി അതിന്റെ ഫ്രണ്ടായിട്ട് കണ്ടിട്ട് ആ ഡയറിക്ക് കൊടുത്ത പേരാണ് മോന എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പൊ നമ്മളും അതുപോലെ എന്താ പേഴ്സണൽ ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ആ ഡയറി എടുക്കുമ്പോൾ അതിന് നമ്മളൊരു പേര് കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇറ്റ് ഷുഡ് ബി റിട്ടൺ അറ്റ് എൻഡ് ഓഫ് ദ ഡേ. എപ്പോഴാണ് എഴുതുന്നത് നമ്മുടെ ഡയറി? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ടാണോ ഡയറി എഴുതുന്നത്? അല്ല, നമ്മൾ പ്രത്യേകം പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, ഇല്ലേ, രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് നമ്മൾ ഈ പേഴ്സണൽ ഡയറി എഴുതുന്നത്. അപ്പൊ നമ്മൾ എന്താ സെക്കൻഡ് പറഞ്ഞ പോയിന്റ് എന്താണ്? ഇറ്റ് ഷുഡ് ബി റിട്ടൺ അറ്റ് എൻഡ് ഓഫ് ദ ഡേ, ഇല്ലേ, ഒരു ദിവസത്തിന്റെ അവസാനം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് നമ്മൾ ഡയറി എഴുതേണ്ടത്. And it should be written in first person using I, me, we, us, etc. നമ്മൾ ഈ ഡയറി എഴുതുന്നത് ഈ ഫസ്റ്റ് പേഴ്സൺ യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലേ? ഏതൊക്കെ I, me, we, us എന്നൊക്കെ പറയുന്ന ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡയറി എഴുതുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഡയറി എഴുതാൻ പോകുമ്പോൾ ഒരു വ്യക്തി എന്താ ഫോളോ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് കൺസിഡേർഡ് ആസ് ഇൽ മാനേഴ്സ് വിത്ത് റെഫറൻസ് ടു ഡയറീസ്? അപ്പൊ ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൽ മാനർ ആണെന്ന് പഠിച്ചു. എന്താണ്? ഒരു മോശ സ്വഭാവമാണെന്ന് പഠിച്ചു, ഇല്ലേ? ഡയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു മോശ സ്വഭാവമുണ്ട്. എന്തായിരുന്നു അത്? നമുക്ക് എന്ത് ആൻസർ എഴുതാം? ടു റീഡ് സംവൺസ് ഡയറി വിത്തൗട്ട് ഹിസ് ഓർ ഹെർ പെർമിഷൻ, അല്ലേ? ഒരു വ്യക്തിയുടെ അനുവാദം കൂടാതെ അദ്ദേഹത്തിന്റെ ഡയറി എടുത്ത് വായിക്കുന്നത് എന്താണ്? ഒരു ഇൽ മാനർ ആണ്. എന്ന് വെച്ചാൽ ഒരു മോശം സ്വഭാവം, ഒരു മോശം പെരുമാറ്റമാണ് ഒരു വ്യക്തിയുടെ അനുവാദം കൂടാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡയറിയിൽ, വ്യക്തിപരമായിട്ടുള്ള ഡയറി നമ്മൾ എടുത്ത് വായിക്കുന്നത് ഒരു ഇൽ മാനർ ആണ്. ഓക്കെ, നമുക്ക് എന്താ ആൻസർ എഴുതാം? ടു റീഡ് സംവൺസ് ഡയറി വിത്തൗട്ട് ഹിസ് ഓർ ഹെർ പെർമിഷൻ. അതാണ് എന്ത് പറയുന്നത്? ഡയറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൽ മാനർ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ബി ആൻസർ, നമ്മുടെ സെക്ഷൻ ബി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സി സെക്ഷൻ നോക്കിക്കേ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന് ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബെല്ലാസ് എൻട്രി ഈസ് എ പേഴ്സണൽ ഡയറി വൈ? നമ്മൾ പറഞ്ഞു ഈ ബെല്ലയുടെ ഈ ഡയറി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡയറി ആണില്ലേ, വ്യക്തിപരമായിട്ടുള്ള ഡയറിയാണ്. അത് എന്തുകൊണ്ടാ എന്ന് ചോദിച്ചപ്പോ നമുക്ക് എന്താ ആൻസർ എഴുതാം? ഇറ്റ് ഈസ് എ പേഴ്സണൽ ഡയറി ബിക്കോസ് ഷീ റൈറ്റ്സ് ഹെർ പേഴ്സണൽ ഫീലിംഗ്സ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ഈ ഒരു ബെല്ലയുടെ ഡയറി പേഴ്സണൽ ഡയറി ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താ, ബെല്ല തന്റെ തന്നെ കാര്യങ്ങളാണില്ലേ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. തന്റെ പേഴ്സണൽ ഫീലിങ്സ്, ആ ഒരു ബർത്ത്ഡേയുടെ അന്ന് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ. കാരണം ചിലർ വിഷ് ചെയ്തില്ല എന്ന് ആ കുട്ടി പറയുന്നുണ്ട്, ചിലർ വിഷ് ചെയ്തു, ഗിഫ്റ്റ് കിട്ടി, കൂട്ടുകാരുടെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അതൊക്കെ ആ കുട്ടിക്ക് അന്നുണ്ടായ ഫീലിങ്സ് ആണല്ലേ പല. അതായത് ഒരു കുട്ടി വിഷ് ചെയ്യാതിരുന്നപ്പോൾ അതിന് സങ്കടം തോന്നി, കൂട്ടുകാരുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോൾ അതിന് സന്തോഷം തോന്നി. അങ്ങനെ പല അതിന്റെ വികാരങ്ങളാണ് ആ കുട്ടി അന്നത്തെ ആ ഒരു പേജിൽ എഴുതിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബെല്ലയുടെ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പേഴ്സണൽ ഡയറി നമുക്ക് പറയാം. ആ കുട്ടിയുടെ ഫീലിങ്സ് ആണ് ആ കുട്ടി ആ ഡയറി
Okay, it is a personal diary because she writes her personal feelings in it. Clear ആയോ? അടുത്ത second question നോക്കിക്കേ. Why should one be truthful when we keep a personal diary? അപ്പോൾ നമ്മൾ നമ്മുടെ personal diary ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണണം, അതിനെ വിശ്വസിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അത് എന്തുകൊണ്ടായിരിക്കും? Because if not truthful, the purpose of having a diary friend, a true friend is lost. അപ്പോൾ നമുക്ക് ഡയറി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ നമുക്ക് എന്താ നമ്മുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു സുഹൃത്തായിട്ട് നമുക്ക് കാണാം അല്ലേ? ചിലപ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ സുഹൃത്തിനോട് നമ്മൾ പല കാര്യങ്ങളും ഷെയർ ചെയ്താലും പലപ്പോഴും അത് ലീക്ക് ആവാറുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഡയറിയെ ഒരു ട്രൂ ഫ്രണ്ട് ആയിട്ട് കണ്ട് അതിനോടാണ് എല്ലാം ഷെയർ ചെയ്തതെങ്കിൽ ആ കാര്യം ഒരിക്കലും മറ്റൊരാൾ അറിയില്ല. ഓക്കെ, അപ്പം നമ്മുടെ സി സെക്ഷന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചാൽ മതി. 3ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കേണ്ട. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ നെക്സ്റ്റ് പേജിൽ വൊക്കാബുലറി എന്ന് പറഞ്ഞ് കണ്ടോ പേജ് നമ്പർ 76. നമുക്ക് സിനോണിയംസും ആന്റോണിയംസും പഠിക്കാനുണ്ട്. നമുക്കിനി അതൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ നോക്കുന്നത് സിനോണിയംസും ആന്റോണിയംസും. സിനോണിയംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിനോണിയംസ് നമ്മൾ മലയാളത്തില് പര്യായപദങ്ങൾ പഠിക്കില്ലേ? അതായത് ഒരു വാക്കിന് തന്നെ പല അർത്ഥം കാണും. അപ്പൊ നമ്മള് ആകാശം എന്ന് പറഞ്ഞാല് ആകാശത്തിന് വേറെ അർത്ഥമുണ്ട് ഇല്ലേ? ഗഗനം, വാനം, ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ കണ്ണിന് അക്ഷി, നയനം, നേത്രം, അങ്ങനെ പല അർത്ഥങ്ങൾ പറയാം. പിന്നെ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ വരുന്നതിനെയാണ് പല അർത്ഥങ്ങൾ എന്ന് വെച്ചാൽ എല്ലാം ഏകദേശം ഒരേപോലത്തെ അർത്ഥമായിരിക്കും. ഇപ്പൊ കണ്ണ് എന്ന് പറഞ്ഞാല് അക്ഷി എന്ന് പറഞ്ഞാലും നേത്രം എന്ന് പറഞ്ഞാലും നയനം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? കണ്ണ് തന്നെയാണ്. അപ്പൊ എന്താ ഒരു വാക്കിന് തന്നെ ഒരേപോലത്തെ പല അർത്ഥങ്ങൾ കാണും. അപ്പൊ അങ്ങനെ നമ്മൾ പറയുന്നതാണ് സിനോണിയംസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പര്യായപദങ്ങൾ നമ്മൾ മലയാളത്തിൽ പഠിക്കാറുണ്ട്. അപ്പൊ സിനോണിയംസ് എന്താ നമുക്ക് നോക്കാം. നോക്കിക്കേ. Words or phrase having the same or almost similar meanings are called synonyms. അപ്പൊ എന്താണ്? ഒരേപോലെ അല്ലെങ്കിൽ ഏതാണ്ട് എന്താ സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്കുകളാണ് നമ്മൾ സിനോണിയംസ് എന്ന് വിളിക്കുന്നത്. സിനോണിയംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Words or phrases having the same or almost similar meanings are called synonyms. എന്താ ഒരേപോലുള്ള അല്ലെ ഏകദേശം ഒരുപോലെ അല്ലെങ്കിൽ ഏതാണ്ട് സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്കുകളെയാണ് നമ്മൾ സിനോണിയംസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ എന്താണ്? മലയാളത്തിലാണെങ്കിൽ കണ്ണെന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം തന്നെയാണ് എന്താണ്? നയനം, നേത്രം, അക്ഷി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കണ്ണെന്ന് തന്നെയാണ്. അപ്പൊ ഒരേപോലുള്ള അർത്ഥം വരുന്നു അല്ലെങ്കിൽ ഏതാണ്ട് സമാനമായിട്ടുള്ള അർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ വാക്യങ്ങളാണ് നമ്മൾ സിനോണിയംസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റിൽ എക്സാമ്പിൾ വന്നിട്ടുണ്ട് കണ്ടോ? ഷോപ്പ്, സ്റ്റോർ. അപ്പൊ ഷോപ്പ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കട. സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കട. അപ്പൊ 2 വാക്ക് തന്നെ ആ 2 വാക്കിന്റെ അർത്ഥം എന്തായി? സിമിലർ ആയിട്ട് വന്നു ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ സിനോണിയംസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഫാറ്റ്, തിക്ക്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ കൊഴുപ്പ്. തിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടിയുള്ള അല്ലെ? കൊഴുപ്പ് അല്ലെങ്കിൽ കട്ടിയുള്ള നമുക്ക് പറയാം. അപ്പൊ 2 എന്താ ഏകദേശം ഒരേപോലുള്ള അർത്ഥമാണ്. വാക്ക്, സ്റ്റോൾ. വാക്ക് എന്ന് പറഞ്ഞാലും നടക്കുക എന്നാണ് മീനിങ്. സ്റ്റോൾ എന്ന് പറഞ്ഞാലും നടക്കുക എന്ന് തന്നെയാണ് മീനിങ്. അണ്ടർ, ബിലോ. അണ്ടർ എന്ന് വെച്ചാൽ എന്താണ്? താഴെ. ബിലോ എന്ന് വെച്ചാലും താഴെ. സൈലന്റ്ലി, ക്വയറ്റ്ലി. നമ്മൾ പറയാം സൈലന്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്ന അർത്ഥം നിശബ്ദരായിട്ടിരിക്കാനാണ്. ക്വയറ്റ്ലി നമ്മൾ പറഞ്ഞാൽ കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിശബ്ദരായിട്ടിരിക്കുക അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുക എന്നാണ്. അപ്പൊ എന്താണ്? ഒരേപോലുള്ള ഏതാണ്ട് ഒരേപോലെ അല്ലെങ്കിൽ ഏകദേശം സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്കുകളാണ് നമ്മൾ സിനോണിയംസ് എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കൾക്ക്? അടുത്ത് നമുക്ക് തന്നേക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടോ? സർക്കിൾ ദ സിനോണിയംസ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ ബിലോ. നമുക്ക് കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിലെ സിനോണിയംസിനെ സർക്കിൾ ചെയ്യാനാണ്. നമുക്ക് ഒരു എണ്ണത്തിൽ 4 വേർഡ് വെച്ച് തന്നിട്ടുണ്ട്. ആ 4 വേർഡിൽ 2 എണ്ണം ഒരേപോലെ അർത്ഥം വരുന്ന വേർഡ്സ് ആണ്. അപ്പൊ അത് നമ്മൾ സർക്കിൾ ചെയ്യാൻ. അപ്പൊ ആദ്യത്തേതിൽ സണ്ണി, ചില്ലി, കൂൾ, സൾട്രി. അപ്പൊ അതിൽ ഏതായിരിക്കും? ചില്ലി അല്ലെങ്കിൽ കൂൾ. അത് 2 ഏകദേശം ഒരേപോലെ. നമ്മൾ തണുത്ത അല്ലെങ്കിൽ സണ്ണി, നമ്മൾ കൂൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അപ്പൊ അതില് ചില്ലി, കൂൾ അത് 2 ഒരേപോലത്തെ അർത്ഥം വരുന്ന സിനോണിയംസ് ആണ് ചില്ലി, കൂൾ. അപ്പൊ ചില്ലി, കൂൾ നിങ്ങൾ സർക്കിൾ ചെയ്യുക. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഹോണസ്റ്റി, കറേജ്, ട്രൂത്ത്, വിന്നർ. അപ്പൊ അതിലെന്താണ് ഒരേപോലെ വരുന്നത്? ഏതായിരിക്കും? സത്യസന്ധത അല്ലേ? ധൈര്യം, ട്രൂത്ത്,
വിന്നർ. വിന്നർ വിജയ്, ട്രൂത്ത് സത്യം. അപ്പൊ ഇതില് ഹോണസ്റ്റും ട്രൂത്തും ആണ് ഒരേപോലെ. ഹോണസ്റ്റ് എന്ന് വെച്ചാൽ സത്യസന്ധത അല്ലേ, ട്രൂത്ത് എന്ന് വെച്ചാല് സത്യം. അപ്പൊ അത് രണ്ടും അല്ലേ ഏകദേശം ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ. അപ്പൊ ആ നമ്മൾ രണ്ട് വാക്കുകൾ എന്ത് ചെയ്യണം, സർക്കിൾ ചെയ്യണം. ഹോണസ്റ്റി, ട്രൂത്ത് എന്നുള്ള വാക്കുകൾ സർക്കിൾ ചെയ്യുക. നെക്സ്റ്റ് നോക്കിക്കേ 3. സോളോ, ഡ്രിങ്ക്, ഈറ്റ്, സിപ്പ്. സോളോ എന്ന് വെച്ചാൽ എന്താ, വിഴുങ്ങുക. ഡ്രിങ്ക് മീൻസ് കുടിക്കുക. ഈറ്റ് മീൻസ് തിന്നുക. സിപ്പ് എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം, കുടിക്കുക. അപ്പൊ ഇതിൽ ഏതായിരിക്കും സിനോണിയംസ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ഡ്രിങ്കും സിപ്പും രണ്ടിന്റെയും മീനിങ് എന്താ, കുടിക്കുക. നമ്മുടെ ആക്ടിവിറ്റി എന്തായിരുന്നു? സർക്കിൾ ദ സിനോണിയംസ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സിനോണിയംസ് ആയിട്ടുള്ള വേർഡ്സിനെ സർക്കിൾ ചെയ്യുക. ഫസ്റ്റ് തന്നിരിക്കുന്നതിൽ സണ്ണി, ചില്ലി, കൂൾ, സൾട്രി. അപ്പൊ അതിൽ ഏതാണ് സിനോണിയംസ് ആയിട്ട് വരുന്നത്? ചില്ലിയും കൂളും. ആ രണ്ടും സർക്കിൾ ചെയ്തു. സെക്കൻഡ് ഹോണസ്റ്റി, കറേജ്, ട്രൂത്ത്, വിന്നർ. അത് രണ്ടിൽ ഏതായിരുന്നു സിനോണിയംസ്? ഹോണസ്റ്റിയും ട്രൂത്ത്. ആ രണ്ടും സർക്കിൾ ചെയ്യുക. തേർഡ് വൺ സോളോ, ഡ്രിങ്ക്, ഈറ്റ്, സിപ്പ്. അതിൽ ഏതൊക്കെയാ? ഡ്രിങ്കും സിപ്പും. നെക്സ്റ്റ് വൺ ആങ്കർ, സ്കെയർ, ട്രബിൾ, ഫ്രൈറ്റൻ. അതിൽ ഏതായിരിക്കും? സ്കെയറും ഫ്രൈറ്റൻ. അത് നമ്മൾ സർക്കിൾ ചെയ്യുക. സ്കെയർ, ഫ്രൈറ്റൻ ഇത് രണ്ടുമാണ് ആ തന്നിരിക്കുന്ന സെക്ഷനിലെ സിനോണിയംസ് ആയിട്ടുള്ള വേർഡ്സ്. ഏതൊക്കെയാ? സ്കെയറും ഫ്രൈറ്റനും. ഓക്കെ, സിനോണിയംസ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫൈൻഡ് താഴെ നമുക്കൊരു ആക്ടിവിറ്റി തന്നിരിക്കുന്നു. റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ്സ് ഇൻ ദ സെന്റൻസ് ബിലോ വിത്ത് സിനോണിയം. നമുക്ക് സിനോണിയംസ് ആയിട്ടുള്ള വേർഡിനെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. അപ്പൊ അതേ അർത്ഥം വരുന്ന അല്ലെങ്കിൽ അതേപോലെ ഏകദേശം അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് നമ്മൾ അണ്ടർലൈൻ ഇട്ടേക്കുന്ന വാക്കിന് പകരം എഴുതണം. ക്ലോസ്ലി ഒബ്സർവ് ദ ഫോർമാറ്റ് ഓഫ് ദ ഡയറി എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആ ഒരു ഡയറിയുടെ ഫോർമാറ്റിനെ നമ്മൾ ക്ലോസ്ലി എന്ന് വെച്ചാൽ അത്രയും എന്താണ്, ശ്രദ്ധയോടുകൂടി ഒബ്സർവ് ചെയ്തു. അപ്പൊ ആ ക്ലോസ്ലി എന്ന് പറയുന്ന വേർഡിന് നമ്മൾ മറ്റൊരു അതേ അർത്ഥം വരുന്ന മറ്റൊരു വേർഡ് നമ്മൾ അവിടെ എഴുതണം. നമുക്ക് എന്ത് എഴുതാം? ശ്രദ്ധയോടുകൂടി എന്നൊക്കെ എഴുതുന്നതിന് നമുക്ക് എന്ത് അടുത്ത വാക്ക് എഴുതാം? അവിടെ സിനോണിയംസ് തന്നെ ഏകദേശം അതേ അർത്ഥം വരുന്ന ഏത് വാക്ക് നമുക്ക് യൂസ് ചെയ്യാം? കെയർഫുള്ളി എഴുതാം അല്ലേ? ഏതാണ്? കെയർഫുള്ളി. കെയർഫുള്ളി എന്ന് വെച്ചാൽ എന്ത് തന്നെയാണല്ലേ, ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക. അപ്പം ക്ലോസ്ലി ഒബ്സർവ് ദ ഫോർമാറ്റ് ഓഫ് ദ ഡയറിക്ക് പകരം നമുക്ക് കെയർഫുള്ളി ഒബ്സർവ് ദ ഫോർമാറ്റ് ഓഫ് ദ ഡയറി എന്ന് ആക്കാം. ക്ലോസ്ലിക്ക് നമ്മൾ സിനോണിയംസ് എഴുതിയത് കെയർഫുള്ളി, ക്ലോസ്ലി, കെയർഫുള്ളി ഇത് രണ്ടും ഏകദേശം ഒരേപോലെ അർത്ഥം വരുന്ന വാക്കുകളാണ്. നെക്സ്റ്റ് വൺ നോക്കേ. ദ റൈറ്റർ ഈസ് എ പേഴ്സൺ കാൾഡ് ബെല്ല. ഈ ഡയറിയിലെ റൈറ്റർ ആരായിരുന്നു? ബെല്ല എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ഡയറിയുടെ എഴുതിയത് ഡയറി എഴുതിയത് ആരാ? ബെല്ല. അപ്പൊ ആ റൈറ്റർ എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് എന്ത് വേറെ വാക്ക് എഴുതാം? അതിന്റെ സിനോണിയംസ് ഒരേപോലെ അർത്ഥം വരുന്ന ഏത് വാക്ക് എഴുതാം? നമുക്ക് ഏതുപോലെ എഴുതാം? ഓതർ എഴുതാം അല്ലേ? നമ്മൾ പറയത്തില്ല ഏതെങ്കിലും ഒരു പോയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി നിങ്ങൾ എന്തെങ്കിലും എഴുതിയാളെ നമ്മൾ ഓതർ എന്ന് വിളിക്കില്ലേ, എഴുത്തുകാരൻ. അപ്പം അത് നമുക്കിവിടെ റൈറ്ററിന്റെ പകരം ഓതർ എന്ന വേർഡ് യൂസ് ചെയ്യാം. അപ്പം ദ ഓതർ ഈസ് എ പേഴ്സൺ കാൾഡ് ബെല്ല എന്ന് നമുക്ക് പറയാം. എന്താണ്? റൈറ്ററിന്റെ പകരം ഓതർ എന്ന് പറഞ്ഞ സിനോണിയം യൂസ് ചെയ്തു. നെക്സ്റ്റ് വൺ, ദിസ് യുണീക് ഫ്രണ്ട് ഈസ് നൺ അതർ ദാൻ യുവർ പേഴ്സണൽ ഡയറി. നമ്മൾ പറയും നമ്മുടെ യുണീക് ഫ്രണ്ട് മറ്റാരുമല്ല, ആരാ? നമ്മുടെ പേഴ്സണൽ ഡയറിയാണ്. ഇപ്പൊ യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അതുല്യമായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ അത്രയ്ക്കും നല്ല മൂല്യം കൊടുക്കുന്ന നമ്മളൊരു ഫ്രണ്ടാണ്. അപ്പൊ ആ യുണീക്ക് എന്ന് പറയുന്ന വേർഡിന് മറ്റൊരു സിനോണിയംസ് നമ്മൾ എഴുതണം. നമുക്ക് എന്ത് എഴുതാം? എക്സെപ്ഷണൽ എന്ന് എഴുതാം അല്ലേ? നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫ്രണ്ടാണ് നമ്മുടെ പേഴ്സണൽ ഡയറി എന്ന് പറഞ്ഞൂടെ? അപ്പം യുണീക്ക് എന്ന് പറയുന്ന ആ വേർഡിന് ഏകദേശം സമാനമായിട്ട് അർത്ഥം വരുന്ന ഒരു വേർഡാണ് എക്സെപ്ഷണൽ അല്ലേ? അപ്പൊ നമുക്ക് ഏത് വേർഡ് എഴുതാം? എക്സെപ്ഷണൽ. എക്സെപ്ഷണൽ എന്ന് പറയുന്ന വേർഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഏത് വേർഡാണ്? എക്സെപ്ഷണൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പേഴ്സണൽ ഡയറി ഈസ് എ വെരി പോപ്പുലർ ടൈപ്പ് ഓഫ് ദ ഡയറി. എന്താണ് പേഴ്സണൽ ഡയറി എന്ന് വെച്ചാൽ? വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു ഡയറിയാണ്. അവിടെ ആ പോപ്പുലർ എന്ന് പറയുന്ന വേർഡിന് നമുക്ക് ഒരു സിനോണിയം എഴുതണം. നമ്മൾ ഏത് വേർഡ് എഴുതും? വൈഡ് സ്പ്രെഡ്. ഏതെഴുതാം നമുക്ക്? വൈഡ് സ്പ്രെഡ്. Okay, next one. The diarist generally keep her personal diary in a safe and secure place. എന്താണ്? ഡയറിസ്റ്റ് എപ്പോഴും തന്റെ ഡയറി, പേഴ്സണൽ ഡയറി ഒരു സെക്യൂർ പ്ലേസിൽ അദ്ദേഹം സൂക്ഷിക്കും. അപ്പൊ ആ സെക്യൂർ എന്ന് പറയുന്ന വേർഡിന് മറ്റൊരു സിനോണിയം നമുക്ക് എഴുതാം. ഏതെഴുതാം നമുക്ക്? ഷെൽട്ടേർഡ്. ഏതെഴുതാം നമുക്ക്? ഷെൽട്ടേർഡ്.
ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ആദ്യത്തെ ക്ലോസ്ലിക്ക് പകരം നമ്മൾ എഴുതിയത് ഏത് വേർഡാണ്? കെയർഫുള്ളി, റൈറ്ററിന് പകരം ഓതർ, യുണീക്, എക്സെപ്ഷണൽ, പിന്നെന്താ പോപ്പുലർ, വൈഡ് സ്പ്രെഡ്, സെക്യൂർ, ഷെൽട്ടർ. ഓക്കെ, ഇപ്പൊ സിനോണിയംസ് എന്താണ് ക്ലിയർ ആയ? ഏകദേശം ഒരുപോലെ അർത്ഥം വരുന്ന അല്ലെങ്കിൽ ഏതാണ്ട് സമാനമായ അർത്ഥം വരുന്ന വാക്കുകളെ അല്ലെങ്കിൽ വാക്യങ്ങളെയാണ് നമ്മൾ സിനോണിയംസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ആന്റോണിയം. എന്താണ് ആന്റോണിയം? എന്താണ് ആന്റോണിയം? ഓക്കെ, words or phrases that convey the opposite meaning are called antonyms. അപ്പോൾ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് കൺവേ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ആന്റോണിയംസ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ വിപരീത പദങ്ങൾ പഠിക്കില്ലേ? ഇപ്പൊ നമ്മൾ ജനനം എന്ന് പറയുന്ന ഒരു വേർഡിന്റെ വിപരീത പദം എന്താണ്? മരണം എന്നായിരിക്കും അല്ലേ? ജനിക്കുക എന്ന് വെച്ചാല് മരിക്കുക. അപ്പൊ അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു വേർഡിലെ ഫ്രേസിൽ ഓപ്പോസിറ്റ് മീനിങ് കൺവേ ചെയ്യുമ്പോഴാണ് നമ്മൾ ആന്റോണിയംസ് എന്ന് വിളിക്കുന്നത്. വിപരീത പദങ്ങൾ അല്ലെ? ഏതെങ്കിലും ഓപ്പോസിറ്റ് മീനിങ് ആയിട്ട് അത് തിരിച്ച് നമുക്ക് തരും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ? സന്തോഷമായിരിക്കും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? സങ്കടം. അപ്പൊ നമുക്ക് എന്താ എഴുതാം? സാഡ്ലി എന്ന് എഴുതാം അല്ലെ? ദുഃഖമെന്ന് എഴുതാം. അതുപോലെ ഓപ്പോസിറ്റ് മീനിങ് കൺവേ ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസിനെയാണ് നമ്മൾ ആന്റോണിയംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഹാപ്പി എന്ന് വെച്ചാൽ സന്തോഷം, സാഡ്ലി എന്ന് വെച്ചാൽ എന്താ? ദുഃഖം. അതുപോലെ സ്റ്റാൻഡ്, സിറ്റ്. സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് സിറ്റ് അല്ലേ? സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? സിറ്റ്, ഇരിക്കുക. അപ്പ്, ഡൗൺ. അപ്പ് എന്ന് വെച്ചാൽ മുകളിൽ, എന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ഡൗൺ, താഴെ. നെക്സ്റ്റ് വൺ ടാൾ, ഷോർട്ട്. ടാൾ എന്ന് വെച്ചാൽ അല്ലേ ഉയരം കൂടിയ, ഷോർട്ട് എന്ന് വെച്ചാൽ ഉയരം കുറഞ്ഞ അല്ലെങ്കിൽ കുറുകിയ. ബ്രേവ്, കവേർഡ്. അപ്പൊ എന്താണ്? ബ്രേവ് എന്ന് വെച്ചാൽ ധീരനാണ്, കവേർഡ് എന്ന് വെച്ചാൽ ഭീരു. ഇതുപോലെ ഓപ്പോസിറ്റ് മീനിങ് കൺവേ ചെയ്യുന്ന വേർഡ്സിനെ അല്ലെങ്കിൽ ഫ്രേസിനെയാണ് നമ്മൾ ആന്റോണിയംസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ നോക്കുന്നത് ആന്റോണിയംസ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് പ്രിഫിക്സസ് ലൈക്ക് ഡിസ്, ഇം, യു, എൻ, ഇൻ, എക്സെട്ര. അപ്പൊ എന്താണ് നമ്മൾ ആന്റോണിയം നമ്മൾ പ്രിഫിക്സും സഫിക്സും പഠിച്ചായിരുന്നു അല്ലേ? പ്രിഫിക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു വേർഡ്സിന്റെ തൊട്ട് മുന്നിൽ നമ്മൾ അല്ലേ ഇൻ, അൺ, അതുപോലെ തന്നെ ഡിസ് അങ്ങനെയുള്ള തുടങ്ങിയ ലെറ്റേഴ്സ് ചേർത്തിട്ട് പുതിയൊരു വേർഡ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിച്ചത്. ഒരു വേർഡിന്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ വേർഡിന് മുന്നേ ആയിട്ടാണ് നമ്മൾ പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ആന്റോണിയംസും നമുക്ക് ഇതുപോലെ പ്രിഫിക്സ് ചേർത്തിട്ട് പറയാം. അപ്പൊ നമ്മൾ പ്ലീസ്ഡ് എന്ന് പറഞ്ഞാല് അതിന്റെ തൊട്ട് മുമ്പിൽ ഡിസ് എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത് നമുക്ക് ഡിസ്പ്ലീസ്ഡ് എന്നാക്കാം അല്ലേ? എന്ന് വെച്ചാല് പ്ലീസ്ഡ് എന്ന് വെച്ചാൽ സന്തോഷം. ഇപ്പൊ ഡിസ്പ്ലീസ്ഡ് അതിന്റെ കൂടെ നമ്മൾ ഡിസ് എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്ത് ഡിസ്പ്ലീസ്ഡ് എന്നാക്കിയ അതിന്റെ അർത്ഥം എന്താ? അസന്തുഷ്ടി ഇല്ലേ? നമുക്ക് സന്തോഷമില്ല. നെക്സ്റ്റ് വൺ ഹാപ്പി എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ നമുക്ക് അൺ എന്ന് പറയുന്ന അല്ലേ ഏതാണ്? അൺ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത് നമുക്ക് അൺഹാപ്പി എന്നാക്കി മാറ്റാം. അപ്പൊ ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം, അതിന്റെ വിപരീതം എന്താണ്? അൺഹാപ്പി അല്ലേ? സന്തോഷം ഉണ്ടായി. ഓക്കെ, അടുത്തേന്ന് വെച്ചാല് പേഷ്യന്റ്. പേഷ്യന്റ് എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാൽ ക്ഷമ. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇം എന്ന് പറയുന്ന അല്ലെ ഐ എം എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത് ഇംപേഷ്യന്റ് എന്നാക്കിയാണ് വിപരീതമാക്കി മാറ്റാം. നെക്സ്റ്റ് സിഗ്നിഫിക്കന്റ്, ഇൻസിഗ്നിഫിക്കന്റ്. സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്ന വേർഡിന് നമ്മളൊരു എന്താണ് ആന്റോണിയം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സിഗ്നിഫിക്കന്റിന്റെ തൊട്ട് മുന്നിൽ ഇൻ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത് നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് ആക്കി മാറ്റി. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വൺ റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ്സ് വിത്ത് ദെയർ ആന്റോണിയംസ്. ഇപ്പൊ തന്നേക്കുന്ന വേർഡ്സിന്റെ വിപരീത പദങ്ങൾ നമ്മൾ എഴുതണം. അതായത് ഇറ്റ് വാസ് എ ചില്ലി മോർണിംഗ് അറ്റ് ദ സീ ടുഡേ. ഇപ്പൊ എന്താണ്? ഇന്ന് കടലിൽ നല്ല തണുത്ത പ്രഭാതമായിരുന്നു. അപ്പൊ ആ ചില്ലി എന്ന് പറയുന്ന ആ ഒരു വേർഡിന് പകരം നമ്മൾ എന്ത് എഴുതണം? ഒരു ആന്റോണിയം എഴുതണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? തണുത്ത പ്രഭാതം എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? സണ്ണി എന്ന് എഴുതാം അല്ലേ? പിന്നൊരു എന്താ കടലില് ഒരു തണുത്ത പ്രഭാതമാണെങ്കിൽ അവിടെ നമുക്ക് ആ ചില്ലി എന്ന് പറയുന്ന വേർഡ് മാറ്റി സണ്ണി എന്ന് വിപരീതം നമുക്ക് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് വൺ ഐ ആം വെരി അൺകംഫർട്ടബിൾ വിത്ത് സ്ട്രേഞ്ചേഴ്സ്. അല്ലെ അപരിചിതരോട് എനിക്ക് എന്താണ് അല്ലെ എന്താ വളരെയധികം അസ്വസ്ഥതയുണ്ട് അപരിചിതമായിട്ട് ഇടപഴകുമ്പോൾ. അപ്പൊ ആ അൺകംഫർട്ടബിളിന് പകരം നമുക്ക് എന്ത് വിപരീതത എഴുതാം? എന്ത് ആന്റോണിയം എഴുതാം? എന്താ അസ്വസ്ഥത നമ്മൾ കംഫർട്ടബിൾ ആണ്. നമുക്ക് അപ്പൊ എന്തെഴുതാം? കംഫർട്ടബിൾ. അതിന്റെ വിപരീതം എന്താണ്? കംഫർട്ടബിൾ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ. പേപ്പർ വാസ് ലെങ്തി. പേപ്പർ ലെങ്തി ഉള്ളതാന്ന് പറയാം. അപ്പൊ ആ ലെങ്തിക്ക് പകരം നീളമുള്ളത്, അതിന് പകരം നമുക്ക് എന്ത് വിപരീതം എഴുതാം? ഷോർട്ട് അല്ലേ? ചെറിയ പേപ്പർ ആന്ന് പറയാം. നെക്സ്റ്റ് സെന്റൻസ് ദാറ്റ് ഈസ് എ ഡീപ് കട്ട് ഓൺ യുവർ ഹാൻഡ്. അപ്പൊ എന്താണ്? അത് നിങ്ങളുടെ കയ്യിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. ഡീപ് അതിന് പകരം നമുക്ക് എന്തോ എഴുതാം? ഡീപ്പിന്റെ
വിപരീത പദം അന്റോണിയം എഴുതണം. ഷാലോ SHALLOW. Okay, next one. The monkey is sitting outside the window. ജനാലയ്ക്ക് വെളിയിൽ ആ മങ്കി ഇരിക്കുന്നു. അപ്പൊ ഔട്ട്സൈഡ് എന്ന് പറയുന്ന വേർഡിന് നമ്മളൊരു വിപരീത പദം എഴുതണം. ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ വെളിയിൽ. അപ്പൊ അതിന്റെ ഇൻസൈഡ് എന്തായിരിക്കും? ഔട്ട്സൈഡ് പുറത്ത്, അകത്ത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതാം? ഇൻസൈഡ് എന്നുള്ള വാക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ആന്റോണിയംസും സിനോണിയംസും. സിനോണിയംസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വാക്കിന് തന്നെ അതിന്റെ അതേ അർത്ഥം വരുന്ന അല്ലെങ്കിൽ ഏകദേശം സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന വാക്കുകളെ അല്ലെങ്കിൽ വാക്യങ്ങളാണ് നമ്മൾ സിനോണിയംസ് എന്ന് വിളിച്ചത്. ആന്റോണിയംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഓർ വേർഡ്സ് എന്ത് ചെയ്യുന്നു? ഒരു ഓപ്പോസിറ്റ് മീനിങ് കൺവേ ചെയ്യുന്നെങ്കിൽ, ഒരു വിപരീത വാക്ക് നമുക്ക് അർത്ഥം കൺവേ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ആന്റോണിയംസ് എന്ന് വിളിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മളുടെ ഏതാണ് 8ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എ ഡയറി എൻട്രി, അതിന്റെ ന്യൂ വേർഡ്സ് നമ്മൾ സ്റ്റഡി ചെയ്തു. അതുപോലെ തന്നെ അതിന്റെ ചാപ്റ്റർ എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. വൊക്കാബുലറി നമ്മൾ സ്റ്റഡി ചെയ്തു. ഓക്കെ, അപ്പം ഇതിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അതുപോലെ തന്നെ ഈ നോട്ട്സ് എല്ലാം നിങ്ങളുടെ കോപ്പിറൈറ്റ് ബുക്കിൽ എഴുതി അതും ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. നിങ്ങൾ റീഡ് ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പൊ നമ്മൾ വർക്ക് ബുക്കിൽ ഏത് പാഠമായിരുന്നു സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? വർക്ക് ബുക്കിൽ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ചാപ്റ്റർ 6 കംപ്ലീറ്റ് ചെയ്തു ഇല്ലേ? നമ്മൾ ചാപ്റ്റർ 7 ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ വർക്ക് ബുക്കിലെ പേജ് നമ്പർ 42 എടുത്തോ. 42 നമ്മുടെ ചാപ്റ്റർ 7 ഏതാ? ബ്രേക്ക്ഫാസ്റ്റ്. ഏതാ നമ്മുടെ ചാപ്റ്റർ 7? ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ വർക്കുകളില്ലേ, ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, അതിൻ്റെ അകത്ത് എന്താണ്? സിമിലി ആൻഡ് മെറ്റാഫർ. സിമിലിയും മെറ്റാഫറും അതാണ് നമ്മൾ ഈ ഒരു 7th ചാപ്റ്ററിലെ ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, a simile is a figure of speech that is used to compare two different things that have some common or similar characteristics. അപ്പോൾ എന്താണ്? ഒരു പൊതുവായതോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ളതോ ആയ അല്ലേ ഒരു സ്വഭാവ സവിശേഷതകളുള്ള രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലേ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സിമിലി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് that is used to compare two different things. ഇല്ലേ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ അത് എങ്ങനെയുള്ളതാണ്? that have some common or similar characteristics. ഒന്നുകിൽ അത് പൊതുവായിട്ടുള്ളതോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്വഭാവ സവിശേഷതകളുള്ള രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? എന്താണ്? രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് സിമിലി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, as strong as lion, as light as lark, as fragrant as rose, etc. നമ്മൾ പറയില്ലേ സിംഹത്തെ പോലെ ശക്തനായിട്ടുള്ള എന്ന് പറയും. നമ്മൾ സിംഹത്തെ എന്താ ശക്തി, രണ്ട് വാക്കുകൾ നമ്മൾ ഒരേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ചു. സിംഹം, ശക്തി. അതുപോലെ തന്നെ ആസ് ലൈറ്റ് ആസ് ലാക്കിനെ പോലെ എന്താ നമ്മുടെ ആ ഒരു എന്താ പ്രകാശം എന്ന് നമ്മൾ പറയും. ലൈറ്റ്, ലാക്കിനെ പോലുള്ള പ്രകാശം അല്ലെങ്കിൽ റോസാപ്പൂവിന്റെ പോലുള്ള മണം. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പൊ സിമിലി എന്ന് വെച്ചാൽ എന്താണ്? ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ അത് എങ്ങനെയുള്ള കാര്യങ്ങളാണ്? പൊതുവായിട്ടുള്ളതോ സമാനമായിട്ടുള്ളതോ ആയ രണ്ട് സവിശേഷതകളുള്ള പൊതുവായ സവിശേഷതകളുള്ള സ്വഭാവ സവിശേഷതകളുള്ള രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സിമിലി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ താഴെ നമുക്കൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് suitable similes. The first one has been done for you. അതിന്റെ ഫസ്റ്റ്, മരിയ ലുക്കാസ് ഡാസ് ആസ് ഡെയ്സി. അപ്പൊ മരിയ എന്താണ് അല്ലേ? മരിയ അതുപോലെ എന്താ അതിലോലയായി കാണപ്പെടുന്നു എന്ന് പറയും. അപ്പൊ അവിടുത്തെ വാക്ക് ഡെലിക്കേറ്റ്. അപ്പൊ അതിന് പകരം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അർത്ഥം കൺവേ ചെയ്യുന്ന ഒരു വേർഡ് നമ്മൾ എഴുതണം. ആദ്യത്തെ നോക്കിക്കേ, മരിയ ലുക്സ് ആസ് ഡെലിക്കേറ്റ് ആസ് എ ഡെയ്സി. ആദ്യത്തെ നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ദ ഗൺമാൻസ് ഐസ് വെയർ ഡാഷ് ആസ് ഈഗിൾ. ഇപ്പൊ എന്താണ്? ഒരു തോക്ക് ഗൺമാൻ ഇല്ലേ, അവരുടെ ആ കണ്ണെന്ന് പറഞ്ഞാല് നമ്മുടെ ഈഗിളിനെ പോലെ എന്താണ് ഡാഷ് ആയിരിക്കും എന്ന് പറയുന്നത്. ഈഗിളിനെ പോലെ എങ്ങനെ ആയിരിക്കും ഇല്ലേ? ഷാർപ്പ് ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ എഴുതേണ്ട വേർഡ് ഏതാണ്? ഷാർപ്പ്. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സിമിലി എന്താ യൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഈഗിളിനെ പോലെ
നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ് ഷാർപ്പ്. അപ്പൊ അതിന്റെ കണ്ണ് എങ്ങനെയുള്ളതായിരിക്കും? ആ കണ്ണുപോലെ തന്നെ മൂർച്ചയുള്ളതാണ് ഈ ഗൺമാന്റെ ഐ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഷാർപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പ്ലേസ് ഈസ് ആസ് ഓൾഡ് ആസ് ഡാഷ്. അപ്പൊ സ്ഥലം എന്താണ്? അത്രയും പഴക്കമുള്ളതാണ് നമുക്ക് പറയാം. ആ സ്ഥലം എങ്ങനെയുള്ളതാണ്? അത്രയും പഴക്കമുള്ളതാണ്. അപ്പൊ അവിടെ നമ്മളൊരു വേർഡ് എഴുതണം. എന്ത് ചെയ്യുന്നു? റൂയിൻസ്. എന്താണ്? റൂയിൻസ്. അത്രയും പഴക്കമുള്ള ഒരു സ്ഥലമാണ് അത്. നെക്സ്റ്റ് വൺ, രാജു അപ്പോൺ സെക്യൂറിംഗ് ദ സ്റ്റേറ്റ് അവാർഡ് വാർഡ് ഓഫ് ദ ഡയസ് ആസ് ഡാഷ് എ ഇക്കോ. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ബാക്കി 4, 5, 6, 7, 8 അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് അവിടെ വരുന്ന വേർഡ് ഏതാണോ അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയ ടീച്ചറിന്റെ ഹോംവർക്ക് ആയിട്ട് അത് അയച്ചു തരണം. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് മെറ്റാഫേഴ്സ്. എന്താണ് മെറ്റാഫേഴ്സ്? സിമിലിയും മെറ്റാഫേഴ്സ്. സിമിലി നമ്മൾ എന്തോ പറഞ്ഞത്? ഒരേപോലത്തെ സ്വഭാവ സവിശേഷതയുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളതോ സമാനമായിട്ടുള്ളതോ ആയ സ്വഭാവ സവിശേഷതയുള്ള രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ സിമിലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ മെറ്റാഫർ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? മെറ്റാഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ടു ഡയറക്ട്ലി കമ്പയർ ടു ഡിസിമിലർ ഒബ്ജക്റ്റ് ബൈ സേയിങ് വൺ ഈസ് ഓർ ആക്ട്സ് ലൈക്ക് ദ അതർ വിത്തൗട്ട് യൂസിങ് ദ വേർഡ് ആസ് ആൻ ലൈക്ക്. അപ്പൊ എന്താണ് നമ്മൾ സമാനതകൾ ഇല്ലാത്ത രണ്ട് വസ്തുക്കളെ നേരിട്ട് താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ് എന്ത്? രൂപകം അല്ലെങ്കിൽ മെറ്റാഫർ എന്ന് പറയുന്നത്. എന്താണ് മെറ്റാഫർ? നമ്മുടെ എന്താ ഒരു സമാനതകളും ഇല്ലാത്ത. സിമിലി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് സമാനമായിട്ടുള്ള രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെന്നാണ്. ഇവിടെ ഒരു സമാനതകളും ഇല്ലാത്ത രണ്ട് വസ്തുക്കളെ നേരിട്ട് താരതമ്യം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെറ്റാഫർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, രാജു ഈസ് എ ഹീറോ ഇൻ മാത്സ്. രാജു എന്താണ്? മാത്സിൽ ഹീറോ ആണെന്ന് പറയാം. നോക്കിക്കേ, ഹിയർ ഹീറോ ആൻഡ് മാത്സ് ആർ ടു അൺലൈക്ക് ഒബ്ജക്റ്റ്. അപ്പൊ ഹീറോ എന്ന് പറഞ്ഞാലും മാത്സ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്റ്റുകളാണ്. ദ കമ്പാരിസൺ ഈസ് ബൈ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബീയിങ് എ ടോപ്പർ ഓർ എ ലീഡർ. അപ്പൊ ഇവിടെ നമ്മൾ കമ്പാരിസൺ നടത്തുന്നത് എങ്ങനെയാണ്? എന്തിലെങ്കിലും അവര് ടോപ്പ് മുന്നിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ മാത്സ് ഹീറോ എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത എന്താണ് ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്തേക്കുക. നോക്കിയത് ക്യാമൽ ഈസ് ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. അപ്പം മരുഭൂമിയിലെ ഷിപ്പാണ് ക്യാമൽ എന്ന് പറയുന്നത്. അപ്പൊ ക്യാമൽ, ഷിപ്പ് തുടങ്ങിയ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റിനെ ഇവിടെ നമ്മൾ എന്താണ് കമ്പയർ ചെയ്ത് നോക്കുക. എങ്ങനെയാണ്? ഹിയർ ക്യാമൽ ആൻഡ് ഷിപ്പ് ആർ സോ അൺലൈക്ക് ഒബ്ജക്റ്റ്. നമുക്കറിയാം ക്യാമൽ ഷിപ്പും തമ്മിൽ യാതൊരു ബന്ധവും, രണ്ട് വ്യത്യസ്ത ഒബ്ജക്റ്റുകളാണ്. ദ കമ്പാരിസൺ ഈസ് ഡ്രോൺ ത്രൂ ദ ആക്ഷൻ ഡൺ ബൈ ബോത്ത്. പക്ഷെ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? അവർ ചെയ്യുന്ന ആക്ഷൻ വെച്ചിട്ടാണ് അല്ലേ? ഷിപ്പും ക്യാമലും എന്തുവാ ചെയ്യുന്നത്? ഷിപ്പ് നമ്മുടെ കടലിലൂടെ ആളുകളെ, യാത്രക്കാരെ, സാധനങ്ങളെയൊക്കെ പാസ് ചെയ്യിക്കുന്നു. ക്യാമൽ എന്ത് ചെയ്യുന്നു? മരുഭൂമിയിലൂടെ യാത്രക്കാരെ, ആളുകളെ കൊണ്ടുപോകുന്നു. അപ്പൊ അവർ ചെയ്യുന്ന ആക്ഷൻ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ രണ്ട് വ്യത്യസ്ത ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ആസ് ദ ഷിപ്പ് ടേക്സ് പീപ്പിൾ അക്രോസ് ദ സീ ആൻഡ് ക്യാമൽ ടേക്സ് പീപ്പിൾ അക്രോസ് ദ ഡെസേർട്ട്. അല്ലേ? ഷിപ്പ് ചെയ്യുന്നത് കടലിൽ കൂടെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു. ക്യാമൽ ചെയ്യുന്നത് ഡെസേർട്ടിലൂടെ, മരുഭൂമിയിലൂടെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഈ രണ്ട് ക്യാമൽ, ഷിപ്പ് എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത ഒബ്ജക്റ്റുകളെ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്തേക്കുന്നത് അത് ചെയ്യുന്ന ആക്ഷന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അതാണ് മെറ്റാഫർ. ഒരു സമാനതകളും ഇല്ലാത്ത രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ മെറ്റാഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ താഴെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് ടീച്ചറിന് അയച്ചു തരണം. അതായത് അവിടെ നമ്മൾ എന്താണ് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ചേർത്ത് ഫില്ല് ചെയ്ത് ടീച്ചറിന് ഹോംവർക്ക് ആയിട്ട് അയച്ചു തരിക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ 7th ചാപ്റ്ററിൽ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി നമ്മൾ സിമിലി മെറ്റാഫർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതണം, ടീച്ചറിന് അയച്ചു തരണം. അതുപോലെ ഹോംവർക്ക് ചെയ്യുക, അത് ടീച്ചറിന് അയച്ചു തരിക. എന്നിട്ട് നിങ്ങൾ റീഡ് ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്യുക. ഓക്കെ. Deep in the shadows, I know it's hard to put one foot in front of the other. So far is the echo, where do we start? You can learn to discover a million stars. നമുക്ക് കുറച്ച് മാത്സ് സ്റ്റഡി ചെയ്താലോ? സ്റ്റഡി ചെയ്യാം. എല്ലാ ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തേ, മാത്സിന്റെ എടുത്തോ. അപ്പൊ നമ്മള് ഏത് ചാപ്റ്റർ ആണ് മാത്സിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? ഡെസിമൽസ് അല്ലേ? അപ്പൊ നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ
ഡെസിമൽ പ്ലേസ്, ഡെസിമൽ അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ എന്താണ് അല്ലേ, കൺവേർട്ട് ചെയ്യുന്നത്. ഒരു ഡെസിമൽ തന്നിട്ട് അതിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു, ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്തു. ലാസ്റ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഓപ്പറേഷൻസ് ഓൺ ഡെസിമൽ ആയിരുന്നു അല്ലേ. ഡെസിമലിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ആയിരുന്നു. അതിൽ അഡീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഡെസിമലിന്റെ അഡീഷൻ ടീച്ചർ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ എങ്ങനെയാണ് ആഡ്, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അഡീഷൻ ഒന്നും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണ്. 27.8 ഓക്കെ, 46 175.09 and 685.7. ഇപ്പൊ ഇത്രയും സംഖ്യകൾ തന്നിട്ട് ഈ ഡെസിമൽ തന്നിട്ട് ഇതിനെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് നോക്കണം, ഇത് ലൈക്ക് ഡെസിമൽ ആണോ അൺലൈക്ക് ഡെസിമൽ ആണോ എന്ന് നോക്കണം. അപ്പൊ ലൈക്ക് ഡെസിമൽ ആണെങ്കിൽ ഡെസിമൽ പ്ലേസ് ഈക്വൽ ആയിരിക്കും, അൺലൈക്ക് ഡെസിമൽ ആണെങ്കിൽ ഡെസിമൽ പ്ലേസ് ഈക്വൽ ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾ ലൈക്ക് ഡെസിമൽ ആണോ നോക്കുമ്പോൾ ഡെസിമൽ പ്ലേസ് നോക്കുക. ഡെസിമൽ പ്ലേസ് എന്ന് വെച്ചാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യയുടെ എണ്ണം നോക്കണം. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്, ഒന്നേ ഉള്ളൂ. ഇവിടെ ആകുമ്പോൾ ഡെസിമൽ പ്ലേസ് ഇല്ല. ഈ ഡെസിമലിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, 0, 9, 1, 2 രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒന്നേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, ഇത് എന്തല്ല, ലൈക്ക് ഡെസിമൽ അല്ല. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം ഡെസിമൽ പ്ലേസ് ഇവിടെ എത്ര ഉണ്ട്, 2 ആണ്. അപ്പൊ ഇതേപോലെ എല്ലാ ഡെസിമലിനും ബാക്കി എല്ലാ ഡെസിമലിനും നമ്മൾ 2 ഡെസിമൽ പ്ലേസ് ആക്കണം അല്ലേ. നമ്മൾ നോക്കുക ഏറ്റവും കൂടുതൽ ഡെസിമൽ പ്ലേസ് എത്രയാണെന്ന് നോക്കണം, 2 ആണോ 3 ആണോ 1 ആണോ നോക്കണം. 3 ആണ് കിടക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി എല്ലാ സംഖ്യകൾക്കും 3 ഡെസിമൽ പ്ലേസ് നമ്മൾ ആക്കി കൊടുക്കണം. ഓക്കെ, 2 ആണെങ്കിൽ ബാക്കി എല്ലാ ഡെസിമലിനും നമ്മൾ 2 ഡെസിമൽ പ്ലേസ് ആക്കി കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് 2 ഡെസിമൽ പ്ലേസ് വേണം, നമ്മൾ എന്ത് ചെയ്യും, ഒരു 0 ആക്കി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഡെസിമൽ പ്ലേസ് എത്രയായി, 2. അടുത്ത സംഖ്യ നോക്കുക 46. 46 കഴിഞ്ഞിട്ട് ഡെസിമൽ പ്ലേസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് അവിടെ 2 ഡെസിമൽ പ്ലേസ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പോയിന്റ് ഇട്ടിട്ട് 2 ഡെസിമൽ പ്ലേസ് ഇട്ട് കൊടുക്കുക, 2 0 ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഇവിടെ 2 ഡെസിമൽ പ്ലേസ് തന്നിട്ടുണ്ട്. അടുത്ത ഡെസിമലിലോട്ട് നമ്മൾ വന്നു 685.7. ഇവിടെ നമുക്ക് എന്ത് വേണം, ഒരു ഡെസിമൽ പ്ലേസും കൂടി വേണം. ഇവിടെ ഒന്നല്ലേ ഉള്ളൂ, അവിടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുക, ഒരു 0 ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ ലൈക്ക് ഡെസിമൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 0 ചേർത്ത് കറക്റ്റ് ആക്കിയാൽ മതി. ഇപ്പൊ 2 ഡെസിമൽ പ്ലേസ് ആണ് കിടക്കുന്നതെങ്കിൽ എല്ലാ ഡെസിമലിനും ആ 2 ഡെസിമൽ പ്ലേസ് തന്നെ വേണം. അവിടെ നമ്മൾ 2 0 ഇട്ട് കൊടുക്കാം. ഒരു 0 അഡീഷണൽ ചേർക്കണമെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് എന്തായിട്ട് മാറി, ലൈക്ക് ഡെസിമൽ ആയിട്ട് മാറിയില്ലേ. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിപ്പോ എന്താണ്, ലൈക്ക് ഡെസിമൽ ആയിട്ട് മാറും. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പമാ. അതാണ്ട് എങ്ങനെയാണ് നമ്മൾ നോക്കുക 27.85. ഈ പോയിന്റ് എല്ലാം എല്ലാ ഡെസിമലിന്റെയും പോയിന്റ് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ നേരെ തന്നെ ഇട്ട് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ 46.00, 75.09, 685.7. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഡെസിമൽ എല്ലാം എഴുതി. ഇനി നമ്മൾ ഇത് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുന്ന എളുപ്പമല്ലേ, നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് അതൊന്നുകൂടെ കാണിച്ചു തരാം. നോക്കിക്കേ 27.80, 46.00, 75.09, 685.70. ഇതെല്ലാം നമ്മൾ കറക്റ്റ് നേരെ തന്നെ എഴുതണം, എങ്കിൽ മാത്രമേ നമുക്ക് അഡീഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഈ പോയിന്റ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വേണം കേട്ടോ, ഒരേ ഇത് തന്നെ. അല്ലാതെ ഈ ഒരു പോയിന്റ് എഴുതിയിട്ട് ഈ പോയിന്റിന് താഴെ കൊണ്ടുവന്ന് ഈ സംഖ്യ എടുത്ത് എഴുതി വെക്കരുത്. പോയിന്റിന്റെ താഴെ പോയിന്റുകൾ മാത്രം ഇട്ടുപോകും. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി 9. ഓക്കെ, 5 6. ഈ പോയിന്റ് അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 41. ഓക്കെ, ഇനി ഇത് ഇത്ര ആഡ് ചെയ്ത് നോക്കാം. 3 9 934.59 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അഡീഷൻ എളുപ്പമല്ലേ. ഓക്കെ, ഇനി നമുക്കൊരു വേർഡ് പ്രോബ്ലം ചെയ്ത് നോക്കാം. അഡീഷന്റെ തന്നെ വേർഡ് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ
cover a journey of by car in 3 hours. He covered a distance of 64 kilometer 324 meter during the first hour, 58 kilometer 56 meter during the second hour, and 62 kilometer 8 meter during the third hour. What is the length of his journey? അപ്പോൾ 3 ഡെസിമൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 3 ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് അവറിൽ അദ്ദേഹം പൂർത്തിയാക്കിയ ഡിസ്റ്റൻസ് ഉണ്ട്, സെക്കൻഡ് അവറിൽ അദ്ദേഹം പൂർത്തിയാക്കിയ ഡിസ്റ്റൻസ് ഉണ്ട്, തേർഡ് അവറിൽ അദ്ദേഹം പൂർത്തിയാക്കിയ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിനെ നമ്മൾ ആദ്യം ഡെസിമൽ ആക്കുക, എന്നിട്ട് അത് ലൈക്ക് ആണോ അൺലൈക്ക് ഡെസിമൽ ആണോ നോക്കുക. അൺലൈക്ക് ഡെസിമൽ ആണെങ്കിൽ അതിനെ ലൈക്ക് ഡെസിമൽ ആക്കി മാറ്റുക, എന്നിട്ട് നമ്മൾ അതിനെ ആഡ് ചെയ്യുക. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ? ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കിയാലോ. ആദ്യം നമുക്ക് തന്നേക്കുന്ന ഡിസ്റ്റൻസ് അതുപോലെ നമുക്ക് എഴുതി നോക്കാം. 64 കിലോമീറ്റർ എത്രയാണ്? 324 മീറ്റർ തന്നിരിക്കുന്നു. അതിനെ സെക്കൻഡ് അവറിൽ പൂർത്തിയാക്കിയ ദൂരം എത്രയാണ് നോക്കിക്കേ, 58 കിലോമീറ്റർ. പിന്നെ എത്ര? 56 മീറ്റർ. തേർഡ് അവറിൽ പൂർത്തിയാക്കിയ ദൂരം 62 കിലോമീറ്റർ. പിന്നെ എത്ര? 8 മീറ്റർ. അപ്പൊ ഇങ്ങനെ തന്നിരുന്നാൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യണം? നമ്മൾ ഈ കിലോമീറ്റർ കിടക്കുന്ന എല്ലാ കിലോമീറ്റർ അങ്ങ് പോയിന്റ് ആക്കി കൊടുക്കും. അതായത് എങ്ങനെ എഴുതാം? 64.324 മീറ്റർ എന്നാക്കുക. എന്നിട്ട് നമ്മൾ നോക്കണം എന്താണ് ഇവിടെ ഡെസിമൽ പോയിന്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. എത്ര ഉണ്ട്? 3 ഉണ്ട്. 1 2 3. അപ്പൊ നമ്മൾ ബാക്കി വരുന്ന നമ്മുടെ ഡെസിമലിന് നമ്മൾ ആ ഡെസിമൽ പോയിന്റ് 3 ആക്കി തന്നെ കൊടുക്കണം. പക്ഷെ നമ്മൾ ചെയ്ത് നോക്കാം, നോക്കിക്കോ. അടുത്തത് എത്ര? 58.56 ആണ്. ഓക്കെ, അപ്പൊ 58.56 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ഡെസിമൽ പ്ലേസേ ഉള്ളൂ. ഇവിടെ 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ നമ്മൾ 2 ഡെസിമൽ പ്ലേസ് 3 ഡെസിമൽ പ്ലേസ് ആക്കി കൊടുക്കുക. അതുകൊണ്ട് 0 നമ്മൾ മുമ്പിൽ ചേർത്തിട്ട് 3 ഡെസിമൽ പ്ലേസ് ആക്കി മാറ്റി. നെക്സ്റ്റ് വൺ കണ്ടോ? 62.8 മീറ്റർ. 62. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. ഇവിടെ എല്ലാം 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 0 ഇട്ട് കൊടുക്കുക. നമുക്കുള്ള ഡെസിമൽ പ്ലേസ് അതുപോലെ എഴുതും. ഇനി എളുപ്പമാണ്. ഇനി ഇത് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇനി അഡീഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 184.388 മീറ്റർ ആയിരിക്കും നമ്മുടെ കിലോമീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കിലോമീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ. ആദ്യം നമ്മൾ എന്താണ് ഡെസിമൽ ലൈക്ക് ആണോ അൺലൈക്ക് ആണോ നോക്കുക. ലൈക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 0 ആഡ് ചെയ്തിട്ട് അത് ലൈക്ക് ആക്കി മാറ്റുക. അതിനുശേഷം നമ്മൾ സാധാ അഡീഷൻ ചെയ്യുക. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കിയാലോ. നെക്സ്റ്റ് വൺ. രമേശ് purchased a book, a pen and a notebook for rupees 165.35, rupees 72 and rupees 40.85 respectively. How much money will we have to pay to the shopkeeper for these items? അപ്പം രമേശ് എന്തൊക്കെ മേടിച്ചു? പേന മേടിച്ചു, ബുക്ക് മേടിച്ചു, പിന്നെന്താണ്? നോട്ട്ബുക്ക് മേടിച്ചു. അപ്പൊ അതില് ബുക്കിന് 165.35 രൂപയായി ഇല്ലേ? പെണ്ണിന് 72 ആയി, നോട്ട്ബുക്കിന് 14.85 ആയി. അപ്പൊ മൊത്തത്തിൽ രമേശ് എത്ര രൂപ ഇത് ഇത്രയും പർച്ചേസ് ചെയ്യാൻ രമേശ് എത്ര രൂപ പേ ചെയ്തു? അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ എന്താണ് അഡീഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് തന്നേക്കുന്നത് ലൈക്ക് ഡെസിമൽ ആണോ അൺലൈക്ക് ഡെസിമൽ ആണോ നോക്കിയാൽ മാത്രം മതി. നമുക്ക് ആദ്യം അതെല്ലാം എടുക്കാൻ എഴുതാം. 165.35 72. നെക്സ്റ്റ് 14.85. നോക്കുക, ലൈക്ക് ഡെസിമൽ ആണോ അൺലൈക്ക് ഡെസിമൽ ആണോ? നിങ്ങൾ പറഞ്ഞു തന്നെ അൺലൈക്ക് ഡെസിമലാ. കാരണം ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ ഒന്നുമില്ല അല്ലേ? ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഈ ഡെസിമലിനും ഡെസിമൽ പോയിന്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 165.35. 72 ഡെസിമൽ പ്ലേസ് ഇല്ല, നമ്മൾ 2 0 ഇട്ട് കൊടുത്ത് 2 ഡെസിമൽ പ്ലേസ് ആക്കണം. 14.8. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 5 5 10, 5 plus 5 10 1, 12 1.2. ഓക്കെ, ഇവിടെ ഒന്നുണ്ടായിരുന്നില്ലേ? 252.5
20. മൊത്തത്തിൽ രമേശ് അല്ലേ ടോട്ടൽ മണി ടു ബി പെയ്ഡ് ബൈ രമേശ് ഇസ് ഈക്വൽ ടു 252.20. നമ്മൾ ആദ്യം എന്ത് എഴുതണം? കോസ്റ്റ് ഓഫ് എ ബുക്ക്, ഒരു ബുക്കിന്റെ കോസ്റ്റ് ആണ് 165.35. അതുപോലെ കോസ്റ്റ് ഓഫ് എ പെൻ എന്ന് എഴുതിയിട്ട് 72.00. കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് എന്ന് എഴുതിയിട്ട് 14.85. എന്നിട്ട് എന്താണ് ടോട്ടൽ മണി ടു ബി പെയ്ഡ് ബൈ രമേശ്, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. മൊത്തത്തിൽ എത്ര രൂപ രമേശ് ഇത്രയും വാങ്ങാൻ കൊടുക്കണം? എത്ര? 252.20. അതിന്റെ അടുത്ത നെക്സ്റ്റ് കണക്ക് നിങ്ങൾ ഹോംവർക്ക് കാർഡ് ചെയ്ത് ടീച്ചറിനെ കാണിച്ചു തരിക. ഓക്കെ, ഇനി അടുത്ത അതിന്റെ താഴെ നമുക്ക് കുറച്ച് ഹോംവർക്ക് വന്നിട്ടുണ്ട്. എക്സസൈസ് 7C കണ്ടോ? അതിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് കാർഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പൊ അഡീഷൻ ക്ലിയർ ആയേ. നമ്മൾ അഡീഷൻ ചെയ്യാൻ തമ്മിലുള്ള ഡെസിമലിന്റെ അഡീഷൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? തന്നേക്കുന്നത് ലൈക്ക് ഡെസിമൽ ആണോ അൺലൈക്ക് ഡെസിമൽ ആണോ നോക്കുക. ലൈക്ക് ഡെസിമൽ അല്ലെങ്കിൽ നമ്മൾ 0 ചേർത്ത് ലൈക്ക് ഡെസിമൽ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളത് ആഡ് ചെയ്ത് എഴുതാൻ മതി. പോയിന്റ് എല്ലാം കറക്റ്റ്, ഓരോ പോയിന്റിന്റെ താഴെ തന്നെ നമ്മൾ ഇട്ട് കറക്റ്റ് ആയിട്ട് പോകണം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ ഓഫ് ഡെസിമൽ. നമ്മൾ ഡെസിമലിന്റെ സബ്ട്രാക്ഷൻ പഠിക്കാൻ പോവുക. ഡെസിമലിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന നോക്കുക. സബ്ട്രാക്ഷൻ ഓഫ് ഡെസിമൽസ്. അപ്പൊ ഇതും എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാല് എന്താ, നമ്മൾ അഡീഷൻ ചെയ്യുന്ന അഡീഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ സബ്ട്രാക്ഷൻ. അപ്പൊ അഡീഷൻ ചെയ്യുന്നത് പോലാണ് ആദ്യം നമ്മൾ ലൈക്ക് ഡെസിമൽ അല്ലെങ്കിൽ അതിനെ ലൈക്ക് ഡെസിമൽ ആക്കി മാറ്റുക. എന്നിട്ട് വലിയ തന്നേക്കുന്ന ഡെസിമൽ ഏതാണോ അതിൽ നിന്ന് ചെറിയ ഡെസിമൽ മൈനസ് ചെയ്യുക, കുറയ്ക്കുക. ഇത്രയേ ഉള്ളൂ അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. സബ്ട്രാക്ട് 35.87 ഫ്രം 63.2. എന്താണ് 63.2-ൽ നിന്നും 35.87 സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പൊ നമുക്കറിയാം 63.2 വലിയ ഡെസിമൽ അതെടുത്ത് എഴുതി മൈനസ് 0.87. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കും. കാരണം ലൈക്ക് ഡെസിമൽ എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ 2 ഡെസിമൽ പ്ലേസ്, ഇവിടെ 1 ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ കൂടെ 2 ഡെസിമൽ പ്ലേസ് ആക്കി കൊടുക്കുക. അത് നമ്മൾ ഇതൊരു 0 ഇട്ട് കൊടുക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇത് നമ്മള് 5. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? ഇത് 0 ആണെന്ന് നമുക്കറിയാം. 0ൽ നിന്ന് 7 പോവില്ലേ? 10 7 മൈനസ് 3. ഇവിടെ എത്രയാണ്? 11 മൈനസ് 3. പോയിന്റ് നമ്മൾ അതുപോലെ ഇട്ടു. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് 13 അല്ലേ? 13 5 പോകുമ്പോൾ ബാക്കി 7. ഇവിടെ എത്രയാണ്? 5 ഉള്ളൂ. 5ൽ 3 മൈനസ് ചെയ്യുമ്പോൾ 27.33. എളുപ്പമല്ലേ സബ്ട്രാക്ഷൻ? ഡെസിമൽ മൊത്തത്തിൽ എളുപ്പമല്ലേ? ഡെസിമലിന്റെ സബ്ട്രാക്ഷൻ പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് തന്നേക്കുന്നതിൽ എന്താണ് ലൈക്ക് ഡെസിമൽ ആണോ അൺലൈക്ക് ഡെസിമൽ ആണോ നോക്കുക. ലൈക്ക് ഡെസിമൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ 0 ചേർത്ത് ലൈക്ക് ഡെസിമൽ ആക്കുക. ലൈക്ക് ഡെസിമൽ എങ്ങനെ ആക്കുന്നത്? ഡെസിമൽ പ്ലേസ് നോക്കുക. ഏറ്റവും കൂടുതൽ ഡെസിമൽ പ്ലേസ് 2 ആണെങ്കിൽ ബാക്കി എല്ലാ ഡെസിമലും നമ്മൾ അതുപോലെ 2 ഡെസിമൽ പ്ലേസ് ആക്കണം. അവിടെ 0 ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ലൈക്ക് ഡെസിമൽ ആക്കിയതിനു ശേഷം വലിയ ഡെസിമൽ ഏതാന്ന് നോക്കുക. അതിൽ നിന്ന് സ്മോൾ ആയിട്ടുള്ള ഡെസിമൽ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഈ പോയിന്റേ ഉള്ളൂ. ആ പോയിന്റ് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അപ്പുറം ഉള്ളതിനെ സബ്ട്രാക്ട് ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. സബ്ട്രാക്ട് 28.65 ഫ്രം 73. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിത് നോക്കുക. അപ്പൊ നമ്മള് ലൈക്ക് ഡെസിമൽ ആണോ അൺലൈക്ക് ഡെസിമൽ ആണോ എന്ന് ആദ്യം നമ്മൾ നോക്കണം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് അൺലൈക്ക് ഡെസിമൽ. കാരണം ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ ഡെസിമൽ പ്ലേസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 0 ഇട്ട് 2 ഡെസിമൽ പ്ലേസ് ആക്കി കൊടുക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ വലിയ ഡെസിമലിൽ നിന്നും ഇല്ലേ ചെറിയ ആ ഡെസിമല് 28 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇതിനോട് ആൻസർ എത്ര വന്നത്? 44.35. കണ്ടോ? സബ്ട്രാക്ഷൻ വളരെ എളുപ്പമല്ലേ? നമ്മൾ അടുത്ത് നോക്കുന്നത് ഏതാണ്? സിംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 53.5 മൈനസ് 34.68 പ്ലസ് 64.75 മൈനസ് 28.9. അതിനെ നമ്മൾ എന്ത് ചെയ്യാനാണ്? സിംപ്ലിഫൈ ചെയ്യാൻ. നോക്കിക്കേ, കൺവേർട്ടിംഗ് ദ ഗിവൺ ഡെസിമൽ ഇൻടു ലൈക്ക് ഡെസിമൽ ആൻഡ് ആഡിംഗ് ആൻഡ് സബ്ട്രാക്ടിംഗ് ആസ് ഷോൺ അലോങ്സൈഡ് ദ ഗിവൺ എക്സ്പ്രഷൻ. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം എഴുതാം. 53.5
minus 34.68 plus 64.75 minus 28.9. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ ആദ്യം നമ്മൾ ഇതിനെ ലൈറ്റ് ഡെസിമൽ ആണോ അൺലൈറ്റ് ഡെസിമൽ ആണോ നോക്കുക. ലൈറ്റ് ഡെസിമൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ലൈറ്റ് ഡെസിമൽ ആക്കി കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാമെങ്കിൽ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ ഓരോ ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അപ്പൊ നമ്മൾ 0 ചേർത്തിട്ട് എന്താ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് അൺലൈറ്റ് ഡെസിമൽ ആക്കാം ഇതിനെ അല്ലേ. 53.5 ഒരു 0 വിട്ട് നമ്മൾ അതിനെ 2 ഡെസിമൽ പ്ലേസ് ആക്കി മാറ്റി. അതുപോലെ മൈനസ് 34.68 ഇല്ലേ 68 ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. നെക്സ്റ്റ് 64.75 ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. 28.9 ഉള്ളൂ. അവിടെ നമ്മൾ 0 കൂടെ ചേർത്തിട്ട് അത് നമ്മളൊരു ലൈറ്റ് ഡെസിമൽ ആക്കി മാറ്റി മൊത്തത്തിൽ. ഇനി നമ്മൾ എന്തോ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ആദ്യം നമ്മളിതാ ഓക്കെ. അപ്പൊ നമ്മൾ ഈ ആദ്യം ഈ 53.50നെ ഈ 64.75 കൊണ്ട് ആഡ് ചെയ്യുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 53.50യെ ഈ 64.75 കൊണ്ട് ആഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിപ്പം മൈനസ് 34.68 ആണ്. അതിന് നമ്മൾ ഈ ബ്രാക്കറ്റിന് വെളിയിൽ എടുക്കുമ്പോൾ പ്ലസ് 34.68 ആയിട്ടാണ് മാറും. ബ്രാക്കറ്റിന് വെളിയിൽ ഈ മൈനസിനെ നമ്മൾ ബ്രാക്കറ്റിന് വെളിയിൽ കൊണ്ടുവരുമ്പോൾ പ്ലസ് 34.68 ആവും. അതുപോലെ ഈ മൈനസിനെ മൈനസ് 28.90 നമ്മൾ ബ്രാക്കറ്റിന് വെളിയിൽ കൊണ്ടുവരുമ്പോൾ പ്ലസ് 28.90 ആയിട്ട് മാറി. അപ്പൊ നമ്മൾ ആദ്യം ഈ 53.50യെ 64.75 കൊണ്ട് ആഡ് ചെയ്യുക. അതുപോലെ മൈനസ് 34.68 മൈനസ് 28.90. ഇപ്പൊ ഇതിന്റെ മൈനസ് 2 നമ്മൾ വെളിയെടുക്കുമ്പോൾ പ്ലസ് ആയി. ഇനി നമ്മൾ ആഡ് ചെയ്താൽ മതി. നോക്കുക 5 പോയിന്റ് അതുപോലെ ഇട്ട് കൊടുക്കണം. 118.25 കിട്ടി. ഇവിടെ നമുക്ക് 63.58. ഇനി നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? ഈ പ്ലസ് എന്തായിട്ട് മാറുമോ? ഈ നടുക്കിടക്കുന്ന പ്ലസ് അങ്ങ് മൈനസ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ വലിയ ഏതാണ് നമ്മുടെ ഡെസിമലിൽ നിന്നും 180.25 നിന്നും ഈ നമ്മുടെ രണ്ടാമത് കിട്ടിയ നമ്മുടെ 63 ഉണ്ടല്ലോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഓക്കെ. ആദ്യം നമ്മൾ ഈ 53.50യും 64.75 കൂടെ ആഡ് ചെയ്ത് ആൻസർ എഴുതി. രണ്ട് നമ്മൾ മൈനസ് 34.68 മൈനസ് 28.90 കൂടെ നമ്മൾ ആഡ് ചെയ്തു ആൻസർ എഴുതി. ഈ ആ രണ്ട് കിട്ടിയ ആൻസറിൽ നിന്ന് വലിയ ഡെസിമൽ ഏതാണോ ആ ഡെസിമലിൽ നിന്ന് ചെറിയ ഡെസിമൽ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 54.6. ഇതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 54.67. മനസ്സിലായോ മക്കൾക്ക്? ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞാൽ ആദ്യം നമുക്ക് സിംപ്ലിഫൈ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു അല്ലേ? അതിൽ നമ്മൾ നോക്കി എന്താണ് ലൈറ്റ് ഡെസിമൽ ആണോ അൺലൈറ്റ് ഡെസിമൽ ആണോ നോക്കിയപ്പോൾ അത് അൺലൈറ്റ് ഡെസിമൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ ലൈറ്റ് ഡെസിമൽ ആക്കി മാറ്റി. ഡെസിമൽ പോയിന്റ് നോക്കി ഇല്ലേ, ഡെസിമൽ പ്ലേസ് നോക്കി. അപ്പം 2 ഡെസിമൽ പ്ലേസ് എല്ലായിടം വരണമെന്നുള്ള കാര്യം മനസ്സിലായി. നമ്മൾ 0 ഇട്ട് എല്ലാത്തിനെയും ലൈറ്റ് ഡെസിമൽ ആക്കി മാറ്റി. എന്നിട്ട് നമ്മൾ ആ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ഇവിടെ രണ്ടും പ്ലസ് ചെയ്യാനുള്ള ബ്രാക്കറ്റ്, ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ അവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഈ കിടക്കുന്ന 53.50യും 64.75 കൂടെ ആഡ് ചെയ്തു. അതുപോലെ ഇത് ബ്രാക്കറ്റിന് വെളിയിലെടുത്തപ്പോൾ പ്ലസ് ആയി, ഈ മൈനസും ബ്രാക്കറ്റിന് വെളിയിലെടുത്തപ്പോൾ പ്ലസ് ആയതുകൊണ്ട് അത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വലിയ നമുക്ക് കിട്ടിയ വലിയ ഡെസിമലിൽ നിന്ന് ചെറിയ ഡെസിമലിനെ മൈനസ് ചെയ്ത് ആൻസർ എഴുതി. അപ്പൊ ഈ ഒരു രീതിയിലാണ് സിംപ്ലിഫൈ എന്ന് പറഞ്ഞു വന്നാൽ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്ക് ഈ സബ്ട്രാക്ഷന്റെ ഒരു വേർഡ് പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. രമേശ് പർച്ചേസ് എ ബുക്ക് വർത്ത് ₹146.75 from a bookseller and gave him a 500 rupee note. How much balance did get back? ഇപ്പൊ എന്താണ് ഈ 146 രൂപ അല്ലേ
0.75 വിലയുള്ള ഒരു ബുക്കിന് നമ്മുടെ രമേശ് 500 രൂപയാണ് കടക്കാരന് കൊടുത്തത്. അപ്പൊ ആ 146 രൂപ എടുത്തിട്ട് ബാലൻസ് എത്ര രൂപ ആ കടക്കാരൻ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ കൊടുത്ത രൂപയിൽ നിന്ന് ആ ബുക്കിന് എത്ര രൂപയായി അത് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം, നമുക്ക് ടോട്ടൽ മണി പെയ്ഡ്, ടോട്ടൽ മണി രമേശ് എത്ര രൂപയാണ് കൊടുത്തത്, 500 അല്ലേ. ടോട്ടൽ മണി പെയ്ഡ് ₹500. മൊത്തത്തിൽ എത്ര രൂപയായി, കോസ്റ്റ് ഓഫ് ദ ബുക്ക്, ആ ബുക്കിന്റെ വില എത്ര ആയിരുന്നു, എത്ര രൂപയാണ് രമേശ് കൊടുത്തത്, 146.75. പിന്നെ എന്തോ കണ്ടുപിടിക്കാനുള്ളത്, ബാലൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യുക. ഏതിനെ, 500ൽ നിന്ന് നോക്കുക. ഇവിടെ ലൈൻ ഡെസിമൽ ആണ് അൺലൈൻ ഡെസിമൽ ആണ് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് അൺലൈൻ ഡെസിമൽ ആണ്, കാരണം ഇവിടെ 146.75 കൊണ്ടുകൂടെ 500 മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര വേണം, 2 ഡെസിമൽ പ്ലേസും കൂടെ വേണം. നമ്മൾ അവിടെ 0 ആക്കി കൊടുക്കുക, 2 0 ഇട്ട് കൊടുക്കുക. 0.7641 നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. നമ്മൾ സാധാരണ രീതിയിൽ സബ്ട്രാക്ട് ചെയ്താൽ സബ്ട്രാക്ഷൻ ചെയ്യുക. 24 എത്ര, 3 നമുക്ക് ആൻസർ 353.25. അപ്പൊ അത്രയും രൂപയാണ് കടക്കാരൻ തിരിച്ച് ബാലൻസ് ആയിട്ട് നമ്മൾ രമേശിന് കൊടുത്തത്. അടുത്ത 2-3 കണക്കും കൂടെ ടീച്ചർ സബ്ട്രാക്ട് ചെയ്ത് എങ്ങനെ കാണിച്ചു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 53.74 എത്രയാണ്, 27.86. സോ ഇതിനെ നമ്മൾ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും, നമ്മൾ സാധാ സബ്ട്രാക്ഷൻ പോലെ തന്നെ എഴുതുമ്പോൾ 88.25. സബ്ട്രാക്ഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മുടെ എക്സസൈസ് 7D കിടക്കുന്ന ആദ്യത്തെ ആ കണക്ക് എത്രയും 10 കണക്ക് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ സിംപ്ലിഫൈ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, അതിൽ ആദ്യത്തെ ആ 2 കണക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ എക്സസൈസ് 7E എടുത്തേ. അതില് മാർക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് ആൻസർ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. തന്നേക്കുന്നതിലെ കറക്റ്റ് ആൻസർ ഏതാണ് അത് ടിക്ക് ചെയ്യുക. 7/10 നമുക്ക് എങ്ങനെ എഴുതാം, 7/10 നമ്മൾ എങ്ങനെ എഴുതും, 0.7 എന്ന് എഴുതാം. എഴുതിക്കൂടെ, നമ്മൾ പഠിച്ചതാ അതൊക്കെ. 10th ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നതൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ 7/10 നമ്മൾ എങ്ങനെ എഴുതും, 0.7 എന്ന് എഴുതും. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 5/100. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 0.05 100 വന്നു അല്ലേ. 0.05 ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ 9,000. 9 ഡിവൈഡ് ബൈ 1000. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എഴുതും, നിങ്ങൾ പറഞ്ഞത് ടീച്ചറിന് 0.009. ഇവിടെ 1000 പറഞ്ഞുകൊണ്ടിവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യ വന്നു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ 16/1000. ആൻസർ എത്ര എഴുതും, 0.016. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ നോക്കിക്കുക, അതുപോലെയാണ് താഴോട്ട് കിടക്കുന്ന 134 ഡിവൈഡഡ് ബൈ 1000. അതിന് നമ്മൾ എങ്ങനെ എഴുതാം, 0.134. ഓപ്ഷൻ സി. അപ്പൊ ആദ്യത്തേത് ഓപ്ഷൻ സി, രണ്ടാമത്തത് ഓപ്ഷൻ ഡി, മൂന്നാമത്തത് ഓപ്ഷൻ ബി, നാലാമത്തത് ഓപ്ഷൻ എ, അഞ്ചാമത്തത് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്തു നോക്കാനുള്ളതാണ് 270 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ തന്നേക്കുന്നു. അതിന് ഡെസിമൽ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും, എത്ര നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നു 270 ഡിവൈഡ് ബൈ 100. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 2 + 70 ഡിവൈഡഡ് ബൈ 100. ഇത് നമ്മൾ നോക്കുക, 2 അതുപോലെ എഴുതി 70 ഡിവൈഡഡ് ബൈ 100 എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എത്ര ആണ്, 0.17. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടി 2ഉം 0.17 കൂടെ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2.17. ഇപ്പൊ അഡീഷൻ ഒക്കെ മനസ്സിലായ ഡെസിമലിന്റെ. ആദ്യം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അഡീഷൻ ഭയങ്കര പാടായിട്ട് വന്നു അല്ലേ ഡെസിമലിന്റെ. ഇപ്പൊ പക്ഷെ അതൊക്കെ നമ്മൾ അഡീഷൻ പഠിച്ചതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ താഴെ കിടക്കുന്ന 7ാമത്തെ ക്വസ്റ്റ്യനും ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്തതിന്റെ ആൻസർ കണ്ടുപിടിച്ചിരുന്നതാണ്. നെക്സ്റ്റ് വൺ കണ്ടോ, 8 6.25 is equal to dash. 6.25 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി 6/1/4 ആയിരിക്കും. നിങ്ങളത് അതിന്റെ വഴിയിൽ നിങ്ങൾ ചെയ്ത് നോക്കി കണ്ടുപിടിക്കണം. ഓപ്ഷൻ ബി 6/1/4 ആണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ കണ്ടോ. 6 divided by 25 is equal to dash. 6 divided by 25നെ നമ്മൾ ചെയ്ത ആ ഒരു ഫ്രാക്ഷനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആയിരിക്കും ഡെസിമൽ കിട്ടുന്നത്? ഓപ്ഷൻ ബി 0.24 ആയിരിക്കും. ഓപ്ഷൻ ബി 0.24. ഓക്കെ, അടുത്തൊരു ഫ്രാക്ഷൻ തന്നേക്കുന്നു അല്ലേ, മിക്സഡ് ഫ്രാക്ഷൻ തന്നേക്കുന്നു 4 7/8. അതിനെ നമ്മൾ ചെയ്തു നോക്കണം. ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും? ഓപ്ഷൻ സി 4.875. ഓപ്ഷൻ സി 4.875 ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ആ കിടക്കുന്ന എക്സസൈസ് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തിട്ട് ആൻസർ ബാക്കി നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ആൻസർ ടീച്ചറിനെ സെൻഡ് ചെയ്ത് തരണം ഹോംവർക്ക് ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ താഴെ ക്വസ്റ്റ്യൻ നമ്പർ 19 കണ്ടോ. വിച്ച് ഈസ് ലാർജർ 2.1 or 2.055? അതിൽ ഏതാണ് ലാർജർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ 2.1 ആണ് ലാർജർ. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ എ 2.1. നെക്സ്റ്റ് വൺ 1 centimeter is equal to dash. 1 centimeter എന്ന് വെച്ചാൽ എത്ര ആണ്? 0.01. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 21 2 meter 5 centimeter is equal to എത്ര ആണ്? ഓപ്ഷൻ ബി 2.05. നെക്സ്റ്റ് വൺ നോക്കിക്കേ, 2 kilogram 8 gram is equal to dash. അതിന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ സി 2.008 kilogram. 2.008 kilogram. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് 23 നോക്കിക്കേ, 2 kilogram 56 gram is equal to dash. ഏതാണ്? ഓപ്ഷൻ ബി 2.056 kilogram. ഓക്കെ, അടുത്ത 24 2 kilometer 35 meter is equal to dash. അതിന്റെ ആൻസർ ഓപ്ഷൻ സി 2.035 kilometer. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, 0.4 plus 0.004 plus 4.4 is equal to എത്ര വരും? 4.804. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.5 plus 4.05 minus 6.005 is equal to. നിങ്ങൾ ചെയ്തു നോക്കണം. ആദ്യത്തെ നമുക്ക് ഏതായിരുന്നു? അഡീഷൻ ആയിരുന്നു. നിങ്ങൾ ആ 3 സംഖ്യ കൂടെ തമ്മിൽ ലൈറ്റ് ഡെസിമൽ ആക്കി അഡീഷൻ ചെയ്ത് നോക്കുക. ആൻസർ ഇത് തന്നെയാണോ വരുന്നത് നോക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് സിംപ്ലിഫൈ ആണ് കേട്ടോ. 3.5 plus 4.05 അതിനെല്ലാം ലൈറ്റ് ഡെസിമൽ ആക്കി മാറ്റിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണം. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.545 ആയിരിക്കും. ഈ ആൻസർ ആണോ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഓപ്ഷൻ എ ആണ് 1.545. അടുത്ത ക്വസ്റ്റ്യൻ 27 6.3 minus 2.8 നമുക്ക് കിട്ടുന്ന ആൻസർ. നിങ്ങൾ അത് സബ്ട്രാക്ട് ചെയ്യാനാണ്. സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ബി 3.5 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5.01 minus 3.6 അതും സബ്ട്രാക്ഷൻ ആണ്. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.41. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2 minus 0.7 അത് നമ്മൾ സബ്ട്രാക്ഷൻ ആണ്. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.3. ഓക്കെ, നെക്സ്റ്റ് വൺ 1.1 minus 0.3 അതും സബ്ട്രാക്ട് ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കാൻ നമുക്ക് 0.8 ആൻസർ. ഇത് തന്നെയാണോ നിങ്ങൾ ചെയ്ത് നോക്കി ടീച്ചറിന് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് നമ്മൾ തീർത്തു. എക്സസൈസ് നമ്മൾ തീർത്തു. നമുക്ക് CC ടെസ്റ്റ് പേപ്പർ നിങ്ങളുടെ പേജ് നമ്പർ 126 എടുത്തോ. അപ്പൊ അതിൽ നമുക്ക് കൺവേർട്ട് 10th ക്വസ്റ്റ്യൻ കണ്ടോ. കൺവേർട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻടു എ ഫ്രാക്ഷൻ ഇൻ സിംപ്ലസ്റ്റ് ഫോം. നമ്മൾ 0.4 0.3 ഇതൊക്കെ നമ്മൾ പഠിച്ചത്. ആ ഡെസിമലിനെ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതാ. ഒരെണ്ണം ടീച്ചർ കാണിച്ചു തരാം. എങ്ങനെയാണ് ചെയ്യുന്നത്? 0.4 എന്ന് പറഞ്ഞിരുന്ന അല്ലേ ഫ്രാക്ഷൻ ഡെസിമൽ തന്നെ നമ്മളെല്ലാം ഫ്രാക്ഷൻ ആക്കി മാറ്റും. ആദ്യം ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ആ സംഖ്യ എടുത്ത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. അതിനുശേഷം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉള്ളെങ്കിൽ ഡിനോമിനേറ്റർ 10 ആവുമെന്ന് നമ്മൾ പഠിക്കുക. ഇതിനെ നമ്മൾ ചെറുതാക്കും. ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ബാക്കിയുള്ള 2, 3, 4 നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് ടീച്ചറിനെ അയച്ചു തരിക. നെക്സ്റ്റ് വൺ മാർക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് ആൻസർ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അതിൽ നമ്മൾ നോക്കാമെങ്കിൽ 3/25 അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരും? നിങ്ങൾ ചെയ്ത്
ഓക്കെ, എത്രമാത്രം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുന്നു അത്രത്തോളം നിങ്ങൾക്കത് ക്ലിയർ ആവും. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കി ടീച്ചർ അയച്ചാണ്. 3/25 എന്ന് വെച്ചാൽ നമുക്ക് ഇത് ആൻസർ എത്ര ആയിരിക്കും ചെയ്ത് നോക്കുമ്പോൾ 0.12. ഓക്കെ, നെക്സ്റ്റ് വൺ 6/1000. 6/1000 എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 0.006. ഏതാണ് ഓപ്ഷൻ സി? 0.006. ഇനി 2 3/100. ആ മിക്സഡ് ഫ്രാക്ഷൻ എന്ത് ചെയ്യുക? ഡെസിമൽ ആക്കി മാറ്റുക. മാറ്റുമ്പോൾ നമുക്ക് 2.03 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്ലേസ് വാല്യൂ ഓഫ് 3 in 16.534. അതിൽ നമ്മുടെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം ഇല്ലേ? 3 കിടക്കുന്നത് എവിടാന്ന് നോക്കുക. 4 കിടക്കുന്നത് 100ലാണ്. ഇപ്പം പറഞ്ഞാൽ നോക്കിക്കേ, 16 പോയിന്റ് എത്ര നമ്മുടെ ക്വസ്റ്റ്യൻ? 534. 534. ഇത് നമ്മുടെ 3യുടെ പ്ലേസ് വാല്യൂ ചോദിച്ചേക്കുക. ഇത് നമുക്കറിയാം 10, ഇത് 100, ഇത് 1000. അപ്പൊ 3യുടെ പ്ലേസ് വാല്യൂ എവിടെ? 100ലാണ്. അപ്പൊ 3/100 എന്ന് എഴുതാം. 300. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ 4 7/8 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ തന്നേക്കുന്നു. അതിനെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 4.875 എന്ന് പറയുന്ന ഡെസിമൽ ആയിരിക്കും കിട്ടുന്നത്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ 5.01 മൈനസ് 3.6. അതെന്താ? സബ്ട്രാക്ട് ചെയ്യാനുള്ളതാണ്. ലൈക്ക് ഡെസിമൽ ആണോ അൺലൈക്ക് ഡെസിമൽ ആണോ നോക്കുക. എന്നിട്ട് അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ലൈക്ക് ഡെസിമൽ ആക്കി സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ സി 1.41. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.5 പ്ലസ് 4.05 മൈനസ് 6.005. അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാനാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1.545 ആയിരിക്കും. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4/100 പ്ലസ് 7/1000. അതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെസിമൽ ആക്കി മാറ്റുക. ആ ഡെസിമലിനെ പിന്നെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്ര ആയിരിക്കും? 0.0407. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ M1 2.6, 2.006, 2.66 and 2.78. ദ ലാർജസ്റ്റ് നമ്പർ ഈസ്. ഈ തന്നേക്കുന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതായിരിക്കും? നമ്മൾ ഡെസിമൽ പ്ലേസ് ഒക്കെ നോക്കി പറയാൻ പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഇല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 2.66. തന്നേക്കുന്നതിൽ ഏറ്റവും വലിയ ഡെസിമൽ 2.66 ആണ്. നെക്സ്റ്റ് വൺ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? 1 മീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? 1 മീറ്റർ എന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ? 0.001 കിലോമീറ്റർ. അപ്പൊ 1 മീറ്റർ എന്ന് വെച്ചാൽ 0.001 കിലോമീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10 milliliter is equal to dash liter. 10 milliliter എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? 0.01 ലിറ്റർ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 60 kilogram 5 gram is equal to dash kilogram. 60 kilogram 5 gram എന്ന് വെച്ചാൽ ആൻസർ എത്ര? 16.005 കിലോഗ്രാം. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ 2 meter 8 centimeter. 2 meter 8 centimeter എന്ന് വെച്ചാൽ എത്രയാണ്? 2.08 meter. ഓക്കെ, നെക്സ്റ്റ് വൺ 3.02, 4.75, 1.63 are examples of dash decimal. നോക്കുക, ഡെസിമൽ പ്ലേസ് എത്ര നോക്കുക. ആദ്യത്തെ സംഖ്യയിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, രണ്ടാമത്തെ ഡെസിമലിലും 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, മൂന്നാമത്തെ ഡെസിമലിലും 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ തന്നേക്കുന്ന ഡെസിമൽ എന്തായിരിക്കും? ലൈക്ക് ഡെസിമൽ ആയിരിക്കും. കാരണം എന്താ? ഡെസിമൽ പ്ലേസ് എല്ലാം 2 2 2 ഈക്വൽ ആയിട്ട് വന്നു. ഓക്കെ, അപ്പൊ അത് ലൈക്ക് ഡെസിമൽ ആയിരിക്കും. Next one, write T for true and F for false for each of the statements given below. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ true or false എഴുതാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3.02 greater less than 3.2. എന്താണ്? 3.2നേക്കാളും കുറവാണ് 3.02. ട്രൂ ആണോ ഫാൾസ് ആണോ? നിങ്ങൾ പറഞ്ഞു തന്നെ. ആൻസർ ട്രൂ ആയിരിക്കും അല്ലേ? 3.2 ആണ് ഗ്രേറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 3 gram is equal to 0.003 kilogram. 3 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.003 കിലോഗ്രാം ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ട്രൂ ഓ ഫാൾസോ? ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 341 ഡിവൈഡഡ് ബൈ 1000. അത് നമ്മൾ ചെയ്തു നോക്കുമ്പോൾ 3.410 ആണ് ആൻസർ കിട്ടുന്നത്. ആണോ? അല്ല, ആൻസർ ഫാൾസ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ 6.2 and 6.200 are equivalent decimal. ഇത് equivalent decimal ആണോ? True, equivalent decimal ആണ്. Okay, fifth question 2.3, 3.41, 4.53, 5.61 are examples of like decimal. അത് നോക്കുക. ആദ്യത്തെ ഡെസിമലിന് ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ, രണ്ടാമത്തെ ഡെസിമലിന് രണ്ട് ഡെസിമൽ പ്ലേസ് ഉണ്ട്, മൂന്നാമത്തേലും നാലാമത്തേലും രണ്ട് ഡെസിമൽ പ്ലേസ് വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുക, ലൈക്ക് ഡെസിമൽ ആണോ അൺലൈക്ക് ഡെസിമൽ ആണോ? അത് അൺലൈക്ക് ഡെസിമൽ ആണ്. കാരണം ഒരെണ്ണത്തിന് മാത്രമേ എന്താ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ, ബാക്കി എല്ലായിടവും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താ അൺലൈക്ക് ഡെസിമൽ ആണ്. അപ്പൊ നമുക്ക് തന്നേക്കുന്നത് ഫാൾസ് ആണ്. ഓക്കെ, അത് ലൈക്ക് ഡെസിമൽ അല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെസിമൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിനകത്ത് നമ്മൾ ആദ്യം ഡെസിമൽ എന്താണെന്ന് സ്റ്റഡി ചെയ്തു, ഡെസിമൽ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. 10ഉം 100ഉം 1000ഉം ഒക്കെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ഡെസിമൽ തന്നിരുന്നാൽ അതിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. നമുക്ക് ഫ്രാക്ഷൻ തന്നിരുന്നാൽ അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ തന്നാൽ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പഠിച്ചു അല്ലേ, രണ്ട് ഡെസിമൽ തമ്മിൽ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് കമ്പയർ ചെയ്ത് എഴുതാൻ പഠിച്ചു. പിന്നെ നമ്മൾ നോക്കുന്നത് ഓപ്പറേഷൻസ് ഓൺ ഡെസിമൽ ആണ്. അത് നമ്മൾ അഡീഷൻ ഓഫ് ഡെസിമലും സബ്ട്രാക്ഷൻ ഓഫ് ഡെസിമലും പഠിച്ചു. അഡീഷൻ വളരെ എളുപ്പമാണ്, സബ്ട്രാക്ഷനും വളരെ എളുപ്പമാണ്. തന്നിരിക്കുന്ന ഡെസിമൽ ലൈക്ക് ഡെസിമൽ ആണോ അൺലൈക്ക് ഡെസിമൽ ആണോ നോക്കുക. ലൈക്ക് ഡെസിമൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ ലൈക്ക് ഡെസിമൽ ആക്കി മാറ്റുക. എന്നിട്ട് അഡീഷൻ ചെയ്യുകയും സബ്ട്രാക്ഷൻ ചെയ്യുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ ഡെസിമൽ. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ ഹോംവർക്ക് എല്ലാം നിങ്ങൾ ടീച്ചറിന് ചെയ്തു തരിക. മാക്സിമം ഇതിൽ കിടക്കുന്ന പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അത്രത്തോളം നിങ്ങൾക്കത് ഈസി ആയി മാറും. ഓക്കെ, ഈ ഡൗട്ട് ഒന്നുമില്ല, നമുക്ക് ക്ലാസ് കണ്ടിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.